ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമുക്കിന്നൊരു ഹൊറർ മൂവി ആയാലോ? അപ്പോൾ 2024 ഇറങ്ങിയ മൂഞ്ചിയ എന്ന് പറയുന്ന ഒരു ഹൊറർ കോമഡി മൂവിനെ കുറിച്ചിട്ട് പറയാനായിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ കഥയിലേക്ക് പോകാം. ഈ ചിത്രത്തിൽ തുടക്കത്തിൽ കാണിക്കുന്ന ഒരു 8-10 വയസ്സുള്ളൊരു പയ്യനെ അവൻ്റെ അമ്മ ഭയങ്കരമായിട്ട് അടി കൊടുക്കുവാണ്. എന്തിനാണെന്ന് വെച്ചാൽ മുന്നിൽ എന്ന് പറയുന്നൊരു പെൺകുട്ടീനെ അവന് ഇഷ്ടമാണ്. അപ്പോൾ അത് ചോദിച്ചിട്ടാണ് അമ്മ അടിക്കുന്നത്. അപ്പോൾ അവൻ പറയുന്നത് എനിക്കിഷ്ടമാണ്. അവൻ്റെ കണ്ണിൽ ആ ഒരു ധൈര്യവും ദേഷ്യവും ഒക്കെയാണ് കാണുന്നത്. അല്ലാണ്ട് ഈ ഒരു പ്രായത്തിൽ അടി കിട്ടുമ്പോൾ പേടിയൊന്നുമില്ല. അവൻ അങ്ങനെ ധൈര്യത്തോട് പറയണം. അപ്പോൾ അവൻ്റെ പെങ്ങളടുത്ത് അമ്മയെ അടിക്കല് ചേട്ടനെ എന്നൊക്കെ പറയുന്നുണ്ട്. അതൊരു കുഞ്ഞു പെൺകുട്ടിയാണ്. അപ്പോൾ ആ സമയത്ത് അമ്മ പറയുന്നുണ്ട്, എടാ മുന്നിക്ക് നിന്നേക്കാൾ 7 വയസ്സ് മൂത്തത്, അവളുടെ ജീവിതം കൂടി എന്തിനാണ് നശിപ്പിക്കുന്നത്? നീ അവളെ ഇന്ന് അവളുടെ കല്യാണമാണ് കേട്ടോ. അവളെ കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യൻ്റെ ഫുഡിൽ നീ എന്തിനാണ് എലിവേഷം കലക്കി കൊടുത്തത്? അപ്പോൾ ആ പയ്യൻ പറയുന്നത്, പക്ഷേ അയാൾ ചത്തിട്ടൊന്നുമില്ലല്ലോ. എന്നാൽ ആ ഒരു ദേഷ്യമാണ് ഫുൾ, അല്ലാണ്ട് ഈ അടികിട്ടുന്ന പേടിയൊന്നുമില്ല കേട്ടോ. എന്നിട്ട് അമ്മയാണെങ്കിലും അവനെ വലിച്ചുകൊണ്ട് വീണ്ടും മുറ്റത്തേക്ക് കൊണ്ടുപോവാണ്. അവിടെ ഒരു ചടങ്ങ് നടക്കുവാണ്. ഈ ബ്രാഹ്മിൻസ് പൂണൂലൊക്കെ ധരിക്കുകയും മുടിയൊക്കെ വെട്ടിയിട്ട് ഈ കുടുംബം കെട്ടാനായിട്ടൊക്കെ ബാക്കി മുടി വെച്ചിട്ട് ബാക്കിയെല്ലാം ഇങ്ങനെ ഷേവ് ചെയ്ത് കളയത്തില്ലേ. അപ്പോൾ ഈ പയ്യനെ അങ്ങനെ ആ ഒരു ചടങ്ങ് ചെയ്യാനായിട്ടുള്ള ദിവസമാണ്. അതേസമയം ഇവരുടെ വീടിൻ്റെ മുറ്റത്ത് നോക്കിയാൽ അപ്പുറത്തെ വീട്ടിൽ മുന്നിയുടെ കല്യാണം നടക്കുന്നത് കാണാം. അവരുടെ വീടിൻ്റെ മുറ്റത്തായിട്ട് അവിടെ കല്യാണം നടക്കുവാണ്. അതേസമയം ഇവിടെ ഈ പയ്യൻ്റെ മുടിയും ഷേവ് ചെയ്യുവാണ്. അപ്പോൾ ഒട്ടും താല്പര്യമില്ലാണ്ട് പോവാണ്. വേണ്ടമേ എന്ന് പറയുന്നെങ്കിൽ അമ്മ അവരെ ഏൽപ്പിച്ചിട്ട് ഫുള്ള് ഷേവ് ചെയ്തോ എന്നുള്ള രീതിയിൽ അമ്മ അവരെ ഏൽപ്പിച്ച് ചടങ്ങുകളെല്ലാം ചെയ്ത് പൂണൂലൊക്കെ ഇടുന്നുണ്ട്. അവൻ്റെ ഈ മുടി ഷേവ് ചെയ്യുന്ന സമയത്തൊക്കെ അവൻ്റെ നോട്ടം മുഴുവൻ മുന്നിയുടെ കല്യാണം നടക്കുന്നിടത്താണ്. അത്രയും ദേഷ്യത്തിൽ ആ കണ്ണിലൊക്കെ ഉള്ള ദേഷ്യം കാണാം. ദേഷ്യത്തോടുകൂടി ആ കല്യാണം നോക്കുവാണ്. അങ്ങനെ അവിടെ വെച്ചിട്ട് ആ പയ്യൻ്റെ എല്ലാ ചടങ്ങുകളും കഴിയുവാണ്. പൂണൂലൊക്കെ ധരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് കൊങ്കൺ 1952 വർഷമാണ് കാണിക്കുന്നത്. ഒരു ദിവസം രാത്രി ഈ പയ്യൻ അവൻ്റെ പെങ്ങളെയും കൂട്ടിയിട്ട് എവിടേക്കോ പോവാണ്. അപ്പോൾ ഒരു അമ്പലത്തിൻ്റെ മുന്നിൽ പോകുമ്പോഴത്തേനും അവിടെ ഈ നമ്മുടെ ഇവിടെയൊക്കെ തെയ്യം കളിക്കത്തില്ലേ, അതുപോലെ ഒരു കലാരൂപം ആ അമ്പലത്തിൻ്റെ മുന്നിൽ നിന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ആളുകൾ കാണാൻ ചുറ്റുമായിട്ട് നിൽക്കുന്നുണ്ട്. അതൊരു കറുത്ത വസ്ത്രമൊക്കെ ധരിച്ചിട്ട് അവിടുത്തെ ആ നാട്ടിലെ എന്തോ മഹാരാഷ്ട്രയാണ് ഈ കൊങ്കൺ വരുന്നത്. അപ്പോൾ അവിടുത്തെ എന്തൊരു കലാരൂപമാണ് അമ്പലത്തിൽ. അപ്പോൾ അതിങ്ങനെ അവിടെ നിൽക്കുന്ന കുട്ടികളെയൊക്കെ വന്നിങ്ങനെ അടുത്തൊന്ന് പേടിപ്പിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പയ്യൻ്റെ അടുത്ത് വരുമ്പോൾ അവൻ്റെ ദേഷ്യം അറിയാം. അവന് ഒരു പേടിയില്ല ആരെയും ഒന്നിനെ. അപ്പോൾ അവൻ വളരെ രൗദ്രഭാവത്തിൽ ആ കലാരൂപത്തെ നോക്കുവാണ്. അയാൾ വന്ന് ഈ പയ്യനെ പേടിപ്പിക്കാൻ നോക്കുമ്പോൾ അവൻ തിരിച്ച് അലറിക്കൊണ്ട് ആ കലാരൂപത്തെ പേടിപ്പിക്കുകയാണ്. അയാൾ പേടിച്ചിട്ട് അങ്ങനെ തിരിച്ചു പോവാണ്. എന്നിട്ട് ഈ പയ്യൻ അവൻ്റെ പെങ്ങളെയും കൂട്ടി എങ്ങോട്ടോ പോകുന്നുണ്ട്. അവരേതോ ബീച്ചിൻ്റെ സൈഡിൽ കൂടിയൊക്കെയാണ് നടന്ന് പോകുന്നത്. അപ്പോൾ പെട്ടെന്ന് അനിയത്തി ചേട്ടനെ വിളിച്ചിട്ട് ചോദിക്കും, ചേട്ടാ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? നമ്മൾ വീട് വിട്ട് ഇറങ്ങിയതാണോ? അപ്പം ചേട്ടൻ പറയും, നിനക്കെന്താ വട്ടുണ്ടോ? പിന്നെ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? അപ്പം ചേട്ടൻ പറയും, ചെതുക്വാടിയിലാണ് പോകുന്നതെന്ന് പറയും. അപ്പോൾ അനിയത്തി പറയും, ചെതുക്വാടിയിലോ? ഞാനില്ല, എനിക്ക് പേടിയാണ്, ആ സ്ഥലം എനിക്ക് പേടിയാണ്, ഞാൻ വരത്തില്ല എന്ന് പറയും. അപ്പോൾ ചേട്ടൻ പറയും, നീ പേടിക്കണ്ട, ഞാനില്ലേ നിൻ്റെ കൂടെ, നീ വാ എന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് പോകും. അങ്ങനെ അവർ നടന്നൊരു വലിയ കാടിൻ്റെ ഉള്ളിൽ എത്തും. അതിനകത്ത് ഒരു വലിയ മരത്തിൻ്റെ ചുവട്ടിലായിട്ട് ഒരു ദേവിയുടെ വിഗ്രഹം വെച്ചിട്ടുണ്ട്. അവിടെ എന്തൊക്കെയോ പൂജ ഇരുന്ന് ഈ ചേട്ടൻ ചെയ്യുവാണ്. എന്നിട്ട് പറയുവാണ്, മുന്നേ എൻ്റേതാണ്, അവളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ലെന്നെങ്കിൽ എൻ്റെ സ്വന്തം ആയേനെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അനിയത്തി ചോദിക്കുന്നുണ്ട്, എന്താ ചേട്ടാ ഇതൊക്കെ? അപ്പോൾ പയ്യൻ പറയുന്നുണ്ട്, ഇത് ബ്ലാക്ക് മാജിക്കാണ്, മുന്നേ സ്വന്തമാക്കാനായിട്ടുള്ള ബ്ലാക്ക് മാജിക് ചെയ്യുവാണ്. അപ്പോൾ അങ്ങനെ എന്തൊക്കെയോ പൂജകളും കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് അനിയത്തി പേടിച്ചിട്ട് ചേട്ടനോട് പറയുന്നുണ്ട്, ചേട്ടാ എനിക്ക് പേടിയാവുന്നു, എനിക്ക് പോകണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ പയ്യൻ പറയുന്നുണ്ട്, നീ ഇവിടെ ഇരിക്കും, ഞാനിപ്പം വരാം, ഈ പൂജ ചെയ്യാനായിട്ട് കുറച്ച് മൂത്രം ആവശ്യമുണ്ട്, ഞാൻ ഇപ്പം വരാമെന്നും പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അനിയത്തി എന്നും പറഞ്ഞിട്ട് ഇരിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് നേരമായിട്ടും ചേട്ടനെ നോക്കിയിട്ട് കാണുന്നില്ല. അപ്പോൾ അവൾക്ക് പേടിയായി തുടങ്ങി. ചേട്ടാ എവിടെയാണ് ചേട്ടാ, എന്താ വരാത്തേന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് ആ പയ്യൻ പുറകെ നിന്ന് വന്നിട്ട് ഇവളെ കുത്താനായിട്ട് പോകണം, ഒരു കത്തി കൊണ്ട് വന്നിട്ട് കുത്താനായിട്ട് പോകണം. അവൾ തടയുന്നുണ്ട്. അവൾ കണ്ടു പെട്ടെന്ന് അങ്ങനെ തടയുന്നുണ്ട്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും അടിയാവും. അപ്പോൾ അവൾ ചോദിക്കും, എന്നെ എന്തിനാ ചേട്ടാ കൊല്ലാൻ നോക്കുന്നതെന്ന് പറയുമ്പോൾ, ഇതിനിപ്പം നരബലി ആവശ്യമായിരിക്കുമല്ലോ, ബ്ലാക്ക് മാജിക് ആകുമ്പോൾ നരബലി വേണമല്ലോ. അപ്പോൾ ഒരു കന്യകയുടെ വേണമെന്നുള്ളത് കൊണ്ട് ഇങ്ങനൊരു ഈ കുട്ടീനെ അതിലേക്ക് കൊല്ലാനായിട്ടാണ് കൊണ്ടുവന്നത്. സിസ്റ്ററാണെന്ന് അവർ നോക്കാണ്ട് അത്രയും ക്രൂരമായൊരു മനസ്സാണ്. അപ്പോൾ അങ്ങനെ അവളെ കൊല്ലാനായിട്ട് നോക്കുമ്പോൾ അവൾ തടയുന്നുണ്ട്. അങ്ങനെ തടഞ്ഞ് രണ്ടുപേരുമായിട്ടുള്ള അടിയിൽ ഈ മോള് തള്ളിയിടും. ആ പയ്യനെ തള്ളിയിടുമ്പോഴത്തേനും പോയി തലയിടിക്കും. അവിടെ മരത്തിൽ തന്നെ പോയിട്ട് ആ ദേവിയുടെ വിഗ്രഹം വെച്ച മരമില്ലേ, ആ മരത്തിൽ തന്നെ പോയിട്ട് തലയിടിച്ചിട്ട് വീണിട്ട് മരിച്ചു. അങ്ങനെ അവൻ്റെ ബോഡി എല്ലാം ദഹിപ്പിച്ച് കഴിഞ്ഞിട്ട് അവൻ്റെ ചിതാഭസ്മം കൊണ്ടുപോയിട്ട്, അവൻ തലയിടിച്ച് വീണില്ല, ആ പയ്യൻ തലയിടിച്ച് വീണ മരത്തിൻ്റെ ചുവട്ടിൽ തന്നെ കൊണ്ടുപോയി തട്ടിയിട്ട് ആ മരത്തിന് ചുറ്റും എന്തൊക്കെയോ നൂല് പോലെ എന്തോ ചുറ്റിയിട്ട് ഒരു ചടങ്ങുകളൊക്കെ ചെയ്യണം. അപ്പോൾ ആ പയ്യൻ്റെ അമ്മ ചോദിക്കുന്നുണ്ട്, എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ഒരാൾ പറയുന്നുണ്ട്, അവൻ്റെ ഹെഡ് ഷേവിങ് സെറിമണി കഴിഞ്ഞിട്ട് ആ ഒരു നമ്മൾ തുടക്കത്തിൽ കണ്ടില്ലേ മുടിയെല്ലാം ഷേവ് ചെയ്തിട്ടുള്ള ചടങ്ങ്, അപ്പോൾ അത് 10 ദിവസം ആയിട്ടില്ല അത് കഴിഞ്ഞിട്ട്, അതിനൊരു 10 ദിവസത്തെ കണക്കാണ്. അപ്പോൾ ആ ഒരു ഷേവ് ചെയ്ത് കഴിഞ്ഞ് 10 ദിവസം കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അവൻ മരിച്ചു കഴിഞ്ഞ് ചിലപ്പോൾ അവൻ്റെ ആത്മാവ് ഉയർത്തെഴുന്നേക്കുവാണെങ്കിൽ അവനൊരു വലിയ
വലിയ രാക്ഷസനായിട്ടായിരിക്കും വരുന്നത്. അത് ഈ നമ്മുടെ ലോകത്തിന് തന്നെ നാശം വിതയ്ക്കാനായിട്ട് സാധ്യതയുണ്ടെന്ന് അയാൾ പറയുന്നുണ്ട്. ആ സമയം മൂവിയുടെ പേരെഴുതി കാണിക്കുവാണ്, മുഞ്ചിയ എന്നുള്ള പേരെഴുതി കാണിക്കുവാണ്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് പൂനെയാണ്. പൂനെയിലൊരു പയ്യനെന്ന് പറയുമ്പോൾ കൊച്ചു പയ്യനല്ല, ഒരു 10-20 വയസ്സിന് മേലെയുള്ള ഒരു പയ്യൻ വെജിറ്റബിൾസൊക്കെ വാങ്ങിക്കൊണ്ട് വരുമ്പോഴത്തേനും അയാളെ പട്ടി ഇങ്ങനെ ഓടിക്കുവാണ്. അയാളെ ക്യാരക്ടർ കാണിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് പൊതുവെ എല്ലാത്തിനോടും ഒരു പേടിയുള്ള ആൾ പോലെയാണ്. റോഡ് ക്രോസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് വണ്ടി വരുമ്പോൾ ഭയങ്കര പേടി അങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ പയ്യൻ എങ്ങനെയൊക്കെ പട്ടിയുടെ അടുത്ത് നിന്നൊക്കെ ഓടി രക്ഷപ്പെട്ട് അയാൾ നേരെ പോകുന്നത് ബ്യൂട്ടി പാർലറിലേക്കാണ്. അയാൾ അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. ലേഡീസിന് മാത്രം ഉള്ള പാർലറാണ്. അപ്പോൾ അവിടെയാണ് അയാൾ വർക്ക് ചെയ്യുന്നത്. ആ പാർലറിൽ വേറൊരു ലേഡിയും കൂട്ടിയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അവിടെ ജോലി ചെയ്യാനായിട്ട്. അപ്പോൾ ആ പയ്യനാണെങ്കിൽ അവിടെ നോക്കുമ്പോൾ ഷെൽഫിലായിട്ട് ഒരു ലെറ്റർ ഇരിപ്പുണ്ട്. അതിനെ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴത്തേനും സ്കോളർഷിപ്പോട് കൂടിയിട്ട് കോസ്മെറ്റോളജി പഠിക്കാനായിട്ട് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് വന്നിട്ടുള്ള ലെറ്ററാണ്. ഈ പയ്യന് വന്നിട്ടുള്ള ലെറ്ററാണ്. അപ്പോൾ ആ ലേഡി പറയുന്നുണ്ട്, ഞാൻ കണ്ടായിരുന്നു എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴാണ് മനസ്സിലാവുന്നത് ആ പയ്യൻ്റെ അമ്മയാണെന്ന്. അപ്പോൾ ആ പയ്യൻ വിളിക്കുന്നുണ്ട്, അമ്മ ഞാനിങ്ങനെ പഠിക്കാൻ പൊയ്ക്കോട്ടെ എന്ന് ചോദിക്കുമ്പോഴത്തേനും അമ്മ പറയും, എന്താണിത്? അത് നമ്മളിപ്പോൾ ഇവിടെ ചെയ്യുന്നില്ലേ, ഇത് തന്നെയാണ് അവിടെ പഠിപ്പിക്കുന്നത്, പിന്നെ എന്തിനാണ് പോകുന്നത്, ഇവിടെ അത് തന്നെയല്ലേ ചെയ്യുന്നത്. അപ്പോൾ അമ്മ ഒരിടത്തും വിടത്തില്ല എന്നെ എന്നും പറഞ്ഞിട്ട് ആ പയ്യന് വിഷമമാവുന്നുണ്ട്. അപ്പോൾ അമ്മ പറയും പൊയ്ക്കോ. അപ്പോൾ അവൻ്റെ മുഖത്ത് ഇത്തിരി തെളിയും. അപ്പോൾ പറയും കഴിക്കാൻ പൊയ്ക്കോ എന്ന് പറയും. എനിക്കൊന്നും വേണ്ട, എനിക്ക് വിശക്കുന്നില്ല. അമ്മാമ്മയുടെ സ്പെഷ്യൽ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചപ്പാത്തി അല്ല, അതിന് വേറൊരു പേര് പറയാം കേട്ടോ. അത് കേൾക്കുമ്പോഴത്തേനും ആ പയ്യന് കഴിക്കാൻ പോയാലോ എന്നുള്ളൊരു ഓക്കെ എന്നുള്ളതിൽ പോകുന്നുണ്ട്. നമുക്ക് കാണുമ്പോൾ നമുക്കൊരു പാവം പയ്യനെ പോലെ തോന്നും കേട്ടോ. അങ്ങനെ നേരെ ആ പയ്യൻ നേരെ അമ്മാമ്മയുടെ അടുത്ത് പോവാണ്. എന്നിട്ട് അമ്മാമ്മയോട് പറയുവാണ് സ്കോളർഷിപ്പോടുകൂടി അത് പഠിക്കാൻ കോളേജ് കിട്ടിയെന്നുള്ളത്. അപ്പോൾ അമ്മമ്മ പറയുന്നുണ്ട്, നീ അക്സെപ്റ്റ് ചെയ്തെന്ന് ചോദിക്കുമ്പോഴത്തേനും പറയുന്നുണ്ട്, ഇല്ല അമ്മ സമ്മതിച്ചില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അമ്മമ്മ പറയും, നീ അക്സെപ്റ്റ് ചെയ്യും, ഞാൻ അവളോട് സംസാരിച്ചോളാം, അവളെ കൊണ്ട് സമ്മതിപ്പിച്ചോളാം. അപ്പം ആ പയ്യൻ പറയുന്നുണ്ട്, ഇല്ല അമ്മമ്മ കുഴപ്പമില്ല, വേണ്ട, അമ്മയോട് പറയില്ലേ എന്ന് പറയുന്നുണ്ട്. കാരണം അവന് പേടിയാണ്. അവൻ വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ളൊരു പയ്യനാണ്. അച്ഛനും അമ്മയും സമ്മതിച്ചില്ലെങ്കിൽ എനിക്ക് പോകണ്ട, അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അമ്മമ്മ പറയും, നിൻ്റെ അച്ഛന് നിന്നെ പോലെയായിരുന്നു. അപ്പോൾ പറയും, അച്ഛനും എന്നെ പോലെയാണോ? പറ അമ്മമ്മ എന്ന് പറയുമ്പോൾ അമ്മമ്മ പറയും, അങ്ങനെയല്ല. അപ്പോൾ പയ്യൻ പറയും, അമ്മാമ്മയും പറയാറില്ല, അമ്മയും അച്ഛനെ കുറിച്ച് പറയാറില്ല. അതല്ലടാ, നിന്നെപ്പോലെയായിരുന്നു, അവനും ഭയങ്കര പേടിയായിരുന്നു. നിൻ്റെ അമ്മ ഈ നാട്ടിൽ കോളേജിൽ പഠിക്കാനായിട്ട് വന്നപ്പോഴത്തേനാണ് നിൻ്റെ അച്ഛൻ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടത്. അച്ഛൻ എൻ്റെ അമ്മയോട് നേരിട്ട് ഇഷ്ടമാണെന്ന് പറയാൻ പോലുള്ള ധൈര്യമില്ലായിരുന്നു. പിന്നെ ഞാനാണ് അവളുടെ വീട്ടിൽ പോയിട്ട് പാരൻസിനോട് ഇഷ്ടങ്ങൾ സംസാരിച്ചിട്ട് കല്യാണം കഴിപ്പിച്ചതെന്ന് പറയുന്നുണ്ട്. നമ്മുടെ ഹീറോയുടെ പേര് ബിട്ടു എന്നാണ് കേട്ടോ. ഈ പയ്യനെന്ന് പറയണ്ടല്ലോ, ബിട്ടു ആണ് കേട്ടോ. ബിട്ടുവിൻ്റെ അമ്മ ആ സമയം വന്നിട്ട് പറയുന്നുണ്ട്, പാർലറിൽ നിന്നെ ബെല്ല അന്വേഷിച്ച് വന്നിട്ടുണ്ട്. ബെല്ല എന്ന് പറയുന്നത് ഒരു കുട്ടിക്കാലം മുതലുള്ള ഒരു ഫ്രണ്ടാണ് കേട്ടോ. അപ്പോൾ ആ കൂട്ടുകാർ വന്നിട്ടുണ്ട്, നിന്നെ അന്വേഷിച്ച് വന്നിട്ടുണ്ടായിരുന്നു പറയുന്നുണ്ട്. അതിൻ്റെ ബെല്ലയുടെ കൂടെ ഒരു കൂട്ടുകാരനും കൂടി ഉണ്ടായിരുന്നു, കൂബ എന്നാണ് പേര് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അപ്പോൾ അവളുടെ പേര് കേൾക്കുമ്പോഴേ ബിട്ടു ഹാപ്പി ആവുന്നുണ്ട്. ആ സമയം കൂട്ടുകാരൻ്റെ പേര് കേൾക്കുമ്പോൾ ഇത്തിരി മുഖം മാറുന്നുണ്ട്. എന്നിട്ട് പെട്ടെന്ന് അവളെ കാണാനായിട്ട് അവിടെ നിന്ന് ഇറങ്ങുവാണ് ബിട്ടു. ഇറങ്ങി സ്കൂട്ടറിൽ കയറാൻ പോകുമ്പോഴത്തേനും ബാക്കിൽ നിന്ന് ബിട്ടു എന്ന് ആരോ വിളിക്കുന്നത് കേട്ടു. പെട്ടെന്ന് ബിട്ടുവിൻ്റെ മനസ്സിലോട്ട് ബിട്ടു എന്ന് വിളി കേൾക്കുമ്പോൾ തന്നെ ബിട്ടു പെട്ടെന്ന് ഒരു എന്താ പറയുക, സ്വപ്നം കാണും പോലെ. നമ്മൾ ആ തുടക്കത്തിൽ കാണിച്ചില്ലേ ചെതുക്കുവാടി, ഓർമ്മയുണ്ടല്ലോ, അവിടുത്തെ ആ ഒരു വിഗ്രഹവും ആ ഒരു കാടും ഒക്കെ പെട്ടെന്ന് അവൻ്റെ പേടി സ്വപ്നം പോലെ വരുവാണ്. ആ ബിട്ടു എന്ന് ബാക്കിൽ നിന്ന് ആരോ വിളിച്ചതേ ഉള്ളൂ. അപ്പോഴത്തേനും അവൻ്റെ പേടി സ്വപ്നം പോലെ വരുവാണ്. തിരിഞ്ഞ് നോക്കുമ്പോൾ ആ ബെല്ല എന്ന് പറഞ്ഞില്ലേ, ആ കൂട്ടുകാരിയാണ് വന്നത് കേട്ടോ. വിളിച്ചിട്ട്, നീ എന്തെങ്കിലും നിൽക്കുന്നത് പേടിച്ചിട്ടെന്ന് പറയുമ്പോൾ ഒന്നുമില്ല എന്ന് പറയുന്നുണ്ട്. അവൻ ഇടയ്ക്കിടയ്ക്ക് ഈ സ്വപ്നം കാണാറുണ്ട് ചെതുക്കുവാടിയുടെ കേട്ടോ. എന്നിട്ട് ബെല്ല പുള്ളിക്കാരുടെ ബോയ് ഫ്രണ്ടാണ് കൂബ. കൂബേനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ബിട്ടുവിന്. കുട്ടിക്കാലത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, രണ്ടുപേരുടെയും കളിച്ചതും അവരുടെ പഴയ ഓർമ്മകളൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് അവിടെ അമ്മാമ്മ വരുവാണ്. അമ്മാമ്മ വരുമ്പോഴത്തേനും ഓടിപ്പോയിട്ട് ബെല്ല സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് ബെല്ല പറയുന്നുണ്ട്, എൻ്റെ സൂംബയുടെ ഉദ്ഘാടനമാണ് നാളെ, അമ്മാമ്മയും വരണം, അവിടെ ജോയിൻ ചെയ്യണം. അമ്മാമ്മ പറയും, ഞാൻ ഇനി വയസ്സാം കാലത്ത് ഇത് വേണോ എന്നൊക്കെ ചോദിച്ച് തമാശ പറയുന്നുണ്ട്. എനിക്ക് ഐഡിയ ഒക്കെ ബിട്ടു പറഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ബിട്ടുവിനെ അവിടെ കാണത്തില്ല. ബെല്ല തിരിഞ്ഞു നോക്കുമ്പോൾ ബിട്ടു പതുക്കെ ആ വഴിക്ക് മുങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കാണിക്കുന്നത് ബിട്ടുവിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. പുള്ളിക്കാരൻ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അയാളുടെ അടുത്ത് പോയിട്ട് നാളെ ബെല്ലയുടെ സൂംബ സ്റ്റുഡിയോയുടെ ഉദ്ഘാടനമാണ്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പ്രൊമോഷൻ വീഡിയോ ചെയ്ത് തരണമെന്ന് പറഞ്ഞിട്ട് കാശ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ ഓക്കെ ചെയ്ത് തരാൻ നോക്കുന്നുണ്ട്. ആ സമയം ബിട്ടുവിൻ്റെ ഒരു കൂട്ടുകാരി, നാട്ടിലുള്ള, ഇത് ഇവരുടെ നാടല്ല, ഇവരുടെ നാട്ടിലുള്ള ഒരു കൂട്ടുകാരി വിളിച്ചിട്ട് അവളുടെ എൻഗേജ്മെൻറ്റാണ്, നീ വരണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, നിനക്കറിയാലോ എൻ്റെ അമ്മയും അമ്മാമ്മയൊക്കെ ആ നാടിൻ്റെ പേര് കേൾക്കുമ്പം തന്നെ അവർക്ക് ഇതാണ് ഇഷ്ടമല്ല, അപ്പോൾ ഞാൻ അവിടെ സംസാരിച്ച് നോക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അടുത്ത ദിവസം സ്റ്റുഡിയോയിൽ ഉദ്ഘാടന ദിവസമായി. അപ്പോൾ അവിടെ ബിട്ടുവും ഫ്രണ്ടും കൂടി പോകുന്നുണ്ട്.
എന്നിട്ട് സ്റ്റുഡിയോയുടെ പേര് വായിക്കുവാണ് ക്യൂബെല്ല എന്നുള്ളത്. അപ്പോൾ മറ്റേ കൂട്ടുകാരി വന്നിട്ട് ബെല്ല വന്നിട്ട് പറയുന്നുണ്ട് അത് ക്യൂബയുടെ പേരും ബെല്ലയുടെ പേരും കൂടി ചേർത്തിട്ടാണ് ക്യൂബെല്ല എന്നുള്ള പേരിട്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനും ബെല്ല ബിട്ടുവിൻ്റെ അടുത്ത് പറയും, ബിട്ടു എനിക്ക് നിൻ്റെ അടുത്ത് ഒരു രഹസ്യം പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് പോകും. എന്നിട്ട് ചോദിക്കും നിനക്ക് ക്യൂബയെ കുറിച്ചിട്ട്. അപ്പോൾ ഈ രഹസ്യം പറയണമെന്ന് പറയുമ്പോൾ ബിട്ടു ആയിരിക്കും ബിട്ടുവിനോടുള്ള ഇഷ്ടം, ബിട്ടുവിനൊരു ഇഷ്ടമുണ്ട് കേട്ടോ ബെല്ലയുടെ അടുത്ത്. അപ്പം ബിട്ടുവിനോട് തിരിച്ചും അവൾക്ക് ഇഷ്ടം കാണും. അതിനെക്കുറിച്ച് പറയാനായിരിക്കും വെച്ചിട്ട് അവൾ ഹാപ്പി ആയിട്ട് നിൽക്കുവാണ്. ഇവിടെ എന്താ പറയുന്നതെന്ന് ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുമ്പോഴാണ് പറയുന്നത് നിനക്ക് ക്യൂബയെക്കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് ചോദിക്കും. അപ്പോൾ അവൻ പെട്ടെന്ന് മുഖമൊക്കെ വാടിയിട്ട് പിന്നെ ഒന്നും മനസ്സിലാവാത്ത പോലെ പറയും, എനിക്ക് അയാളെ കല്യാണം കഴിക്കാനൊന്നും പറ്റില്ല കേട്ടോ. അപ്പോൾ പറയും അതല്ല നീ പറയുക, എനിക്ക് ആ പുള്ളിക്കാരനെ ക്യൂബേനെ ഇഷ്ടമാണ്, എനിക്ക് എന്നെ ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ക്യൂബേനെ ഇഷ്ടമുള്ളത് നമ്മളെ ബിട്ടുവിൻ്റെ അടുത്ത് പറയുവാണ് ബെല്ല. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് അവിടെ ഒരു പാട്ടൊക്കെ വന്നിട്ട് നമ്മൾ ക്യൂബ പുള്ളിക്കാരിനെ പ്രപ്പോസ് ചെയ്യുവാണ്. അത് ബെല്ല ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്നായിരുന്നു അത്. ഒരു പാട്ടിടുന്നു, ഡാൻസ് കളിക്കുന്നു. ആ ഡാൻസിൻ്റെ ഇടയിൽ ക്യൂബ ബെല്ലിനെ പ്രപ്പോസ് ചെയ്യുന്നു. റിങ് വിരലിലേക്ക് ഇടുകയാണ്. ആ റിങ് ഇടുന്ന സമയത്ത് പെട്ടെന്ന് ബിട്ടുവിൻ്റെ മനസ്സിലേക്ക് വീണ്ടും ചെതുക്കുവാടി വരുവാണ്. ആ ഒരു കാടും അന്നത്തെ ആ ഒരു നമ്മൾ കണ്ട ഇതില്ലേ ആ ഒരു ദൈവത്തിൻ്റെ വിഗ്രഹവും എല്ലാം ഒരു പേടി സ്വപ്നം വീണ്ടും വരുവാണ് ബിട്ടുവിൻ്റെ മനസ്സിൽ. എന്തിനാണ് ബിട്ടുവിൻ്റെ മനസ്സിൽ ആ ഒരു സ്ഥലവും പേടി സ്വപ്നമൊക്കെ വരുന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നതിന് എന്തായാലും നമുക്ക് നോക്കാം. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ബിട്ടുവിൻ്റെ ഒരു പെൺകുട്ടി എൻഗേജ്മെൻറ്റ് വിളിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് ഫ്രണ്ട് അല്ല കേട്ടോ, കസിനാണ്. അപ്പം ബിട്ടുവും അമ്മയും കൂടിയിട്ട് ആ എൻഗേജ്മെൻറ്റ് കൂടാനായിട്ട് നാട്ടിലേക്ക് പോവാണ്. അപ്പോൾ ബസ്സിൽ ഇരിക്കുന്ന സമയത്ത് അമ്മയോട് പറയുന്നുണ്ട്, എനിക്കറിയാം നിനക്ക് ബ്രദറിൻ്റെ അടുത്ത് പോകുന്ന ഇഷ്ടമല്ല എന്നുള്ളത്, പക്ഷേ രുക്കു നമ്മുടെ മകളല്ലേ, അവളുടെ എൻഗേജ്മെൻറ്റിന് നമുക്ക് പോകണ്ടേന്ന് പറയുന്നുണ്ട്. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, എനിക്കറിയാം അവൾ നമ്മളുടെ മകൾ തന്നെയാണ്, പക്ഷേ ഇവനെയും കൊണ്ട് പോകുന്നതാണ് പ്രശ്നം എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പോൾ അമ്മ പറയും എത്ര നാൾ അവനിൽ നിന്നൊക്കെ മറച്ചു വയ്ക്കാൻ പറ്റും. അമ്മ പറയും എത്രത്തോളം പറ്റുമോ അത്രത്തോളം. കഴിഞ്ഞ പ്രാവശ്യം ലാസ്റ്റ് പോയപ്പോൾ ഉണ്ടായതൊക്കെ അമ്മയ്ക്ക് അറിയാമല്ലോ എന്ന് ചോദിച്ചിട്ട് പിന്നെ ഒന്നും പറയുന്നില്ല. പിന്നെ നേരെ ഒരു നാട്ടിലേക്ക് എത്തുവാണ്. പെൺകുട്ടിയുടെ കസിൻ്റെ പേര് രുക്കു എന്നാണ്. അപ്പോൾ രുക്കു അവിടെ വെയിറ്റ് ചെയ്ത് ബസ് സ്റ്റോപ്പിൽ നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ ഇവരെയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് പോവാണ്. പക്ഷേ ഇവരെത്തിയത് ബ്രദറിലോയ്ക്ക് ഇഷ്ടമായിട്ടൊന്നുമില്ല. അയാൾ ഇൻഡയറക്റ്റായിട്ട് ഇവരെ കുത്തിയൊക്കെ സംസാരിക്കുന്നത്, ബിട്ടുവിനെയും കളിയാക്കിയൊക്കെ സംസാരിക്കുന്നുണ്ട്. ആ സമയം അമ്മാമ്മ പറയുന്നുണ്ട് ബിട്ടുവും രുക്കും കൂടിയിട്ട് പുറത്ത് പോയിട്ട് വരട്ടെ എന്നൊക്കെ. അങ്ങനെ ബിട്ടുവും രുക്കും കൂടിയിട്ട് ഒന്ന് കറങ്ങാനായിട്ട് ഇറങ്ങുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും കൂടിയിട്ട് ഒരു ബീച്ചിലാണ് പോകുന്നത്. അങ്ങനെ ബീച്ചിൻ്റെ സൈഡിൽ കൂടി വർത്താനമൊക്കെ പറഞ്ഞ് നടന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ബിട്ടു ഒരു സ്ഥലം കാണുന്നത്. അത് വേറെ ഒരു സ്ഥലമല്ല, ചെതുക്കുവാടിയാണ്. നമ്മൾ മൂവിയുടെ സ്റ്റാർട്ടിങ്ങിൽ കാണിച്ച ആ ഒരു കാടില്ലേ, ആ ഒരു വിഗ്രഹമൊക്കെ ഉള്ള സ്ഥലമില്ലേ, ഫസ്റ്റ് ആ ബ്രദറും സിസ്റ്ററും കൂടിയിട്ട് നടന്നു പോകുന്ന ഈ ബീച്ചിൻ്റെ സൈഡ് കൂടിയാണ്, ഇവിടെ കൂടിയാണ് ചെതുക്കുവാടിയിലേക്ക് എത്തുന്നത്. ആ സെയിം സ്ഥലത്തു കൂടിയാണ് ഇവർ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ബിട്ടുമായിട്ട് കണക്ട് ചെയ്യുന്നൊരു കാര്യം. ബിട്ടു ഇടയ്ക്കിടയ്ക്ക് ചെതുക്കുവാടി സ്വപ്നം കാണുന്നത് അതുകൊണ്ടായിരിക്കണം. അപ്പോൾ ആ സ്ഥലം കാണുമ്പോഴത്തേനും ബിട്ടു പെട്ടെന്ന് പേടിച്ചു പോകുന്നു. ആ സ്വപ്നത്തിൽ കാണുന്ന സെയിം സ്ഥലമാണല്ലോ. അപ്പം ബിട്ടു പെട്ടെന്ന് ഇങ്ങനെ പേടിച്ച് നിൽക്കുമ്പോഴത്തേനും രുക്കു വന്നിട്ട് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ബിട്ടു രുക്കുവിനോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് എൻ്റെ അച്ഛനെക്കുറിച്ച് എന്തെങ്കിലും അറിയാമോ, എൻ്റെ അച്ഛൻ എന്താ പറ്റിയെന്ന്, എന്താ സംഭവിച്ചതെന്ന് നിനക്കറിയാമോ എന്ന് ചോദിക്കുമ്പോൾ രുക്കു അതൊന്നും എനിക്കറിയില്ല, നമുക്കിവിടെ അധികം നിൽക്കണ്ട, ഇത് അത്ര നല്ല സ്ഥലമല്ല, ചെതുക്കുവാടി ശപിക്കപ്പെട്ടൊരു സ്ഥലമാണ്, അവിടെ നമുക്കധികം നിൽക്കണ്ട, നമുക്ക് തിരിച്ചു പോകാമെന്ന് പറഞ്ഞിട്ട് ബിട്ടുവിനെയും കൊണ്ടിട്ട് രുക്കു തിരിച്ചു പോവാണ്. ഈ നാട്ടിലുള്ളവരൊക്കെ ബിട്ടുവിൻ്റെ അച്ഛൻ്റെ ഫാമിലിയാണ്. അച്ഛൻ്റെ അനിയനാണ് ആ ബാലു എന്ന് പറയുന്നത്, അനിയൻ്റെ മകളാണ് രുക്കു എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബിട്ടുവിൻ്റെ കൂടെയുള്ള അമ്മാമ്മ അച്ഛൻ്റെ അമ്മയാണ് കേട്ടോ. അപ്പോൾ ഇവരിങ്ങനെ ബീച്ചിലവിടെ സംസാരിക്കുന്ന സമയത്ത് വീട്ടിൽ ബിട്ടുവിൻ്റെ അച്ഛൻ്റെ അനിയൻ ആ ബാലു എന്ന് പറയുന്ന പുള്ളിക്കാരൻ അമ്മയോട് പറയുവാണ് ചെതുക്കുവാടി അവർക്ക് എഴുതി കൊടുക്കണം, അയാൾക്ക് എഴുതി കൊടുക്കണം, ചെതുക്കുവാടി ഇവരുടെ സ്ഥലമാണ്, അപ്പോൾ ആ സ്ഥലം ഇയാൾക്ക് എഴുതി കൊടുക്കണം, ഇയാൾക്കത് വേറൊരാളിന് വിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അമ്മ അത് എഴുതി കൊടുക്കുന്നില്ല. അമ്മ പറയുന്നുണ്ട് നിനക്ക് അറിയാവുന്നതല്ലേ ശപിക്കപ്പെട്ട സ്ഥലമാണെന്ന്, നീ അത് വിൽക്കാൻ പോവാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അയാൾ പറയുന്നുണ്ട് അത് വാങ്ങാൻ പോകുന്ന ആളിന് ഒരു പ്രശ്നവും ഇല്ല, അതിനെക്കുറിച്ചൊന്നും അയാൾ അന്വേഷിച്ചിട്ടില്ല, പിന്നെ നമുക്കെന്താണ് പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അമ്മ ഒരു തരത്തിൽ എഴുതി കൊടുക്കാൻ തയ്യാറാകുന്നില്ല. പണ്ട് ഈ ബിട്ടുവിൻ്റെ അച്ഛനും ഇതുപോലെ ഈ സ്ഥലം വിൽക്കാനായിട്ട് നോക്കിയതാണ്. കാരണം ഇപ്പോൾ അവർ നടത്തുന്ന പാർലറുണ്ടല്ലോ അമ്മ, ആ പാർലറിന് ആ സ്ഥലം വാങ്ങാൻ അവിടുത്തെ ചിലവിന് വേണ്ടിയിട്ട് ഈ ചെതുക്കുവാടി വിൽക്കാനായിട്ട് നോക്കിയതാണ്. അന്ന് ഈ ബിട്ടുവിൻ്റെ അച്ഛനും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്ഥലത്തിനൊരു കുഴപ്പമില്ല, ആ മരത്തിനാണ് കുഴപ്പം, ആ ഒരു വിഗ്രഹം വെച്ചിരിക്കുന്ന ഒരു മരം ഉണ്ടല്ലോ, ആ മരത്തിനാണ് കുഴപ്പമെന്നും പറഞ്ഞിട്ട് ആ മരം മുറിക്കാനായിട്ട് പോയപ്പോഴാണ് മരിച്ചത് ബിട്ടുവിൻ്റെ അച്ഛൻ. അപ്പോൾ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ട്
കേട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ബിട്ടു അവിടേക്ക് വരുന്നത്. തിരിച്ച് ബീച്ചിലൊക്കെ പോയിട്ട് അവർ തിരിച്ചെത്തുന്നത്. അപ്പം ബിട്ടു കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് എൻ്റെ അച്ഛന് സംഭവിച്ചെന്ന് ചോദിക്കുമ്പോൾ ഇയാൾ പറയുന്നുണ്ട് ഇതുവരെ ഇവനോട് പറഞ്ഞിട്ടില്ലേ എന്നും പറഞ്ഞ് അയാൾ അങ്ങ് പറഞ്ഞു കൊടുക്കുവാണ്. നിൻ്റെ അച്ഛൻ ഇങ്ങനെ ചെതുക്കുവാടി വിൽക്കാൻ നോക്കിയിട്ട് ആ മരമാണ് പ്രശ്നമെന്ന് പറഞ്ഞിട്ട് ആ മരം മുറിക്കാൻ പോയപ്പോൾ കടലിൽ വീണിട്ടാണ് അയാൾ മരിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ബിട്ടു അത് വിശ്വസിക്കുന്നില്ല. എൻ്റെ അച്ഛൻ അങ്ങനെ മരിച്ചിട്ടില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അയാളോട് എതിർത്ത് സംസാരിക്കുമ്പോൾ നിൻ്റെ അച്ഛന് നിന്നെപ്പോലെ ഒരു ഭ്രാന്തൻ തന്നെയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ അച്ഛൻ അങ്ങനെ പറയുമെന്നൊക്കെ പറഞ്ഞാൽ അയാളുമായിട്ട് വഴക്കാവുന്നുണ്ട്. എന്നിട്ട് ആ ദേഷ്യത്തിന് ബിട്ടു അപ്പോൾ തന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ചെതുക്കുവാടിയിലേക്കാണ് പോകുന്നത്. അങ്ങനെ ചെതുക്കുവാടി ചെന്നിട്ട് ബിട്ടു ആ മരം കാണുന്നുണ്ട്. ആ മരത്തിൽ ആ രാക്ഷസനും ഉണ്ട്. ആ രാക്ഷസൻ വന്ന് ബിട്ടുവിനെ പേടിപ്പിക്കുന്നുണ്ട്. രാക്ഷസൻ വേറെ ആരുമല്ല, ആദ്യത്തെ ആ പയ്യനുണ്ടല്ലോ മരിച്ചില്ലേ, അപ്പോഴേ പറഞ്ഞതല്ലോ രാക്ഷസനായിട്ട് മാറുമെന്ന്. അപ്പോൾ ഈ മരത്തിലല്ലേ തളച്ചിട്ടേക്കുന്നത്, അതുകൊണ്ട് ആ മരത്തിൽ തന്നെ ഉണ്ട് രാക്ഷസൻ. അപ്പോൾ വന്നിട്ട് ബിട്ടുവിനെ പേടിപ്പിക്കുന്നുണ്ട്. ആ സമയം ആ സീൻ കട്ടായിട്ട് അടുത്ത വീട്ടിൽ കാണിക്കുകയാണ്. വീട്ടിൽ അമ്മാമ്മയും ബിട്ടുവിൻ്റെ വലിയച്ഛനൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് ബാക്കിയുള്ളവരൊക്കെ ബിട്ടുവിനെ അന്വേഷിച്ച് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഫോൺ വിളിച്ചിട്ട് വലിയച്ഛനോട് പറയും ഇവിടെ ഇങ്ങനെ വണ്ടി കണ്ടായിരുന്നു, ചെതുക്കുവാടിയുടെ ആ ബീച്ചിൻ്റെ അവിടെയായിട്ട് സ്കൂട്ടർ കണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് അവരെ വിളിച്ചിട്ട്. അപ്പോൾ അത് കേൾക്കുമ്പോൾ ആർക്കും അതിനകത്തോട്ട് ചെതുക്കുവാടിൻ്റെ അകത്തോട്ട് പോയിട്ട് അന്വേഷിക്കാനുള്ളൊരു ധൈര്യമില്ലല്ലോ. അപ്പോൾ അമ്മാമ്മ അത് കേൾക്കുമ്പോഴത്തേനും ചെതുക്കുവാടിയിൽ പോകാനായിട്ട് ധൈര്യം കാണിക്കുന്നതിന് നേരെ മുകളിലേക്ക് പോയിട്ട് പഴയൊരു പെട്ടി തുറന്നിട്ട് അതിനകത്തുള്ളൊരു ഫോട്ടോ എടുക്കുകയാണ്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഈ അമ്മാമ്മ ആരാണെന്നുള്ളത്. ആ തുടക്കത്തിൽ ആ ഒരു സഹോദരിയില്ലേ, ഈ മറ്റേ രാക്ഷസനായ ആ പയ്യൻ്റെ സഹോദരി ഇല്ലായിരുന്നോ, ഇവർ രണ്ടുപേരും കൂടിയിൽ ചെതുക്കുവാടി പോയി ആ സഹോദരിയാണ് ഈ അമ്മാമ്മ. ആ രാക്ഷസനെ കൊന്ന ആ പയ്യനെ കൊന്ന ആ സഹോദരി ഉണ്ടല്ലോ, ആ സഹോദരിയാണ് ഈ അമ്മാമ്മ. അപ്പോൾ അവർ പഴയ കുട്ടിക്കാലത്തെ ഫോട്ടോ എടുത്ത് നോക്കുന്നുണ്ട്. എന്നിട്ടൊരു കത്തിയും കൂടി എടുത്തിട്ട് നേരെ ചെതുക്കുവാടിയിലേക്ക് വിടുവാണ്. ആ ചെതുക്കുവാടി ചെന്നിട്ട് അമ്മാമ്മ മരത്തിൻ്റെ അടുത്തെത്തിയിട്ട് ബിട്ടുവിനെ അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ രാക്ഷസനാണ് വരുന്നത്. രാക്ഷസന മരത്തിൻ്റെ മുകളിൽ നിന്നിട്ട് ചിരിക്കുന്നുണ്ട്. അപ്പോൾ അമ്മാമ്മ ചോദിക്കും ബിട്ടു എവിടെയും ചോദിക്കുമ്പോൾ ആ മരത്തിന് കുറേ വള്ളികളുണ്ടല്ലോ, വള്ളികളെല്ലാം കൂടിയിട്ട് ചുറ്റിയിട്ട് ബിട്ടുവിനെ വെച്ചേക്കുവാണ്. അപ്പോൾ വള്ളി പതുക്കെ മാറ്റുമ്പോൾ ബിട്ടുവിനെ കാണും. അപ്പോൾ അമ്മാമ്മ പറയും അവനെ വിടാനും പറയുമ്പോൾ രാക്ഷസൻ പറയും ഞാൻ ബ്രഹ്മരാക്ഷസനാണ്, എനിക്ക് ഇപ്പോഴാണ് ഒരാളെ കിട്ടിയത് എന്നൊക്കെ പറഞ്ഞിട്ട് രാക്ഷസൻ ഭയങ്കര ഇതായിട്ട് ചിരിക്കുന്നുണ്ട്. അപ്പോൾ അമ്മാമ്മ പറയും നീ രാക്ഷസനൊന്നുമല്ല, നീ കുട്ടിയാണ്. കാരണം അമ്മാമ്മയ്ക്ക് അറിയാമല്ലോ അമ്മാമ്മയുടെ സഹോദരനാണെന്നുള്ളതൊക്കെ അറിയാമല്ലോ. എന്നിട്ട് നേരെ ആ ഒരു കത്തിയും കൊണ്ടല്ലേ വന്നത്. നേരെ വന്നിട്ട് ബിട്ടുവിനെ ചുറ്റി വെച്ചേക്കുന്ന ആ വള്ളികൾ വെട്ടിയിട്ട് അതിൽ നിന്ന് ബിട്ടുവിനെ രക്ഷപ്പെടുത്തിക്കൊണ്ട് പോവും. അങ്ങനെ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുമ്പോൾ വീണ്ടും ആ രാക്ഷസൻ വന്ന് ബിട്ടുവിൻ്റെ ബാക്കിൽ ഷട്ടിലായിട്ട് പിടിക്കും. അപ്പോൾ അമ്മമ്മ വീണ്ടും ആ രാക്ഷസൻ്റെ കൈ വെട്ടിയിട്ട് പെട്ടെന്ന് അവരവിടെ നിന്ന് രക്ഷപ്പെടും. ആ ചെതുക്കുവാടിയുടെ പുറത്തേക്ക് അവർക്ക് ഇറങ്ങാൻ പറ്റത്തില്ല, രാക്ഷസന് ഇറങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് അതിനൊന്ന് കടന്നു കിട്ടിയാൽ ഇവർ രക്ഷപ്പെട്ടു. ആ ബീച്ച് എത്തിക്കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. അങ്ങനെ പെട്ടെന്ന് തന്നെ അമ്മാമ്മയും ബിട്ടുവും കൂടിയിട്ട് അതിനകത്തുനിന്ന് ബീച്ചിലേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് ബിട്ടു അമ്മാമ്മയോട് ചോദിക്കുന്നുണ്ട് അമ്മാമ്മ എന്താ ഇതൊക്കെ ആരാതെന്നൊക്കെ ചോദിക്കുമ്പോൾ അമ്മാമ്മ കഥ പറയുന്നുണ്ട്. ഇത്രയും കാലം നിന്നോട് ഇതെല്ലാം മറച്ചു വയ്ക്കുമായിരുന്നു, അതെൻ്റെ സഹോദരനാണ്, ഇങ്ങനെയാണ് മരിച്ചത് രാക്ഷസനായി എന്നൊക്കെയുള്ളതൊക്കെ അമ്മാമ്മ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് അവന് ചെതുക്കുവാടി വിട്ടിട്ട് പുറത്തു വരാൻ പറ്റില്ല. കാരണം അന്ന് ആ ചിതാഭസ്മമൊക്കെ ആ മരത്തിന് ചൂട്ടിയിട്ട് മന്ത്രമൊക്കെ ചൊല്ലി നൂലൊക്കെ ചുറ്റിയിട്ട് തുടക്കത്തിൽ കാണിക്കുന്നില്ലേ, അപ്പോൾ അതിൽ തളച്ചിട്ടേക്കുവാണ് ബ്രഹ്മരാക്ഷസനെ. അതുകൊണ്ട് ചെതുക്കുവാടി വിട്ട് പുറത്തു വരാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് നീ പേടിക്കണ്ട, ഞാൻ ജീവനോട് ഉള്ളിടത്തോളം കാലം നിന്നെ ഒന്നും ചെയ്യത്തില്ല, ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞ് അമ്മാമ്മ ബിട്ടുവിന് നല്ല ധൈര്യം കൊടുക്കുന്നുണ്ട്. അമ്മാമ്മ വളരെ സ്ട്രോങ് ആണല്ലോ, ബിട്ടു അത്യാവശ്യം പേടിത്തൊണ്ടനാണല്ലോ. അപ്പോൾ അമ്മാമ്മ നല്ല ധൈര്യം കൊടുക്കുമ്പോൾ ബിട്ടുവിന് സമാധാനമാവുന്നുണ്ട്. അങ്ങനെ സംസാരിച്ച് നിൽക്കുമ്പം തന്നെ പെട്ടെന്ന് ബിട്ടുവിൻ്റെ ദേഹവേദന പോലെ വരുവാണ്. ആ രാക്ഷസൻ ചെതുക്കുവാടി വെച്ചിട്ട് ബിട്ടുവിൻ്റെ ബാക്കിൽ പിടിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് അപ്പോൾ ഒരു കൈപ്പത്തി ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു രാക്ഷസൻ്റെ. ആ സെയിം ഇത് തന്നെ കൈപ്പത്തി തന്നെ ഇപ്പം ബിട്ടുവിൻ്റെ പുറകിലായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ തെളിഞ്ഞു വരുവാണ് ആ കൈപ്പത്തി. ആ സമയം ബിട്ടു ഇങ്ങനെ വേദനിച്ച് നിൽക്കുമ്പോൾ തന്നെ പെട്ടെന്ന് അമ്മാമ്മ ആ കത്തി ഇങ്ങനെ എടുത്തിട്ട് രാക്ഷസൻ ഇങ്ങനെ വരുവാണെങ്കിൽ വെട്ടാം എന്നുള്ള രീതിയിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് അമ്മാമ്മയുടെ പുറകിലായിട്ട് രാക്ഷസൻ വന്ന് നിൽക്കുവാണ്. അപ്പോൾ ബിട്ടു അത് കാണുന്നുണ്ട്. ബിട്ടു ഞെട്ടി നോക്കുന്നതിനിടയ്ക്ക് തന്നെ അമ്മാമ്മ തിരിഞ്ഞു നോക്കണത് അമ്മാമ്മയുടെ തല പിടിച്ച് തിരിക്കും രാക്ഷസൻ. അത്രേ കാണിക്കുന്നുള്ളൂ. അമ്മാമ്മയുടെ തല പിടിച്ച് തിരിക്കുന്ന സീൻ കാണിക്കുന്നത്. പെട്ടെന്ന് ബിട്ടു സ്വപ്നത്തിൽ നിന്ന് എണീക്കുമ്പോൾ ചാടി എണീക്കുവാണ്. ഹോസ്പിറ്റലാണ് ഇപ്പം ബിട്ടു കിടക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ബിട്ടു അടുത്ത അമ്മയും രുക്കും അടുത്ത് ഇരിപ്പുണ്ട്. അപ്പം ബിട്ടു ചോദിക്കുന്നുണ്ട് അമ്മാമ്മയോടെയും ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട് അമ്മാമ്മ മരിച്ചു പോയിന്ന്. അപ്പോൾ നമ്മൾ ആ കണ്ട സീൻ സ്വപ്നമല്ല, യഥാർത്ഥത്തിൽ രാക്ഷസൻ കൊന്നിട്ടുണ്ട് അമ്മാമ്മേനെ. പക്ഷേ ചെതുക്കുവാടി വിട്ട് പുറത്ത് വരത്തില്ല എന്നല്ലേ അമ്മാമ്മ പറഞ്ഞു. പക്ഷേ എങ്ങനെ പുറത്തു പോകുന്നുള്ള അറിയാൻ പാടില്ല. എന്തായാലും അമ്മാമ്മ മരിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വിഷമമാവുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അമ്മാമ്മേനെ അടക്കുന്നതാണ് കാണിക്കുന്നത്. ആ ബീച്ചിൻ്റെ സൈഡിൽ
തന്നെയാണ് അടക്കുന്നതൊക്കെ. അപ്പോൾ ആ സമയത്ത് വലിയച്ഛൻ വന്നിട്ട് ഇവരെ പഴിച്ചുകൊണ്ടിരിക്കുവാണ്, ഇവർ കാരണമാണ് ഇവർ മരിച്ചത്, അമ്മാമ്മ മരിച്ചതെന്നൊക്കെ. അപ്പം വേറൊരാൾ വലിയച്ഛനോട് പറയുന്നുണ്ട്, പോലീസ് പറഞ്ഞത് അമ്മാമ്മ കാല് തെറ്റി ഇങ്ങനെ കല്ലിൽ കാല് വഴുകിയിട്ട് വീണ് മരിച്ചു എന്നാണ് പറഞ്ഞതെന്ന്. പക്ഷേ ബിട്ടു പറയുന്നത് രാക്ഷസൻ കൊന്നു എന്നാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ വലിയച്ഛൻ പറഞ്ഞിട്ട് രാക്ഷസനൊന്നല്ല, ഇവനാണ് കാരണം, ഇവൻ അവിടെ പോയതുകൊണ്ടല്ലേ അമ്മാമ്മ അവിടെ പോകേണ്ടി വന്നത്, ഇവർ കാരണമാണ് എൻ്റെ അമ്മ മരിച്ചത്, എൻ്റെ സഹോദരൻ മരിച്ചത്, ഇനിയിപ്പോൾ എൻ്റെ മോളുടെ എൻഗേജ്മെൻറ്റ് മാറ്റി വയ്ക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ഒരുപാട് പഴിക്കുന്നുണ്ട്. അപ്പോൾ അത് കേൾക്കുമ്പോൾ ബിട്ടുവിൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ദേഷ്യം വരും. അപ്പോൾ തന്നെ വന്നിട്ട് ബിട്ടുവിനോട് പറയും, ഇനി ഇവിടെ നിന്ന് ശരിയാവില്ല, ഞാൻ ഇയാളെ വല്ലതും ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ട് നമുക്ക് തിരിച്ച് പോകാമെന്നും പറഞ്ഞ് അപ്പോൾ തന്നെ ബിട്ടുവിനെയും വിളിച്ചിട്ട് തിരിച്ചവർ നാട്ടിലേക്ക് പോവാണ്. അങ്ങനെ ഒരു ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ബിട്ടു ഇങ്ങനെ അമ്മാമ്മനെ ഓർത്ത് വിഷമിച്ചൊക്കെ ഇരിക്കുകയാണ്. ആ സമയത്ത് പെട്ടെന്ന് വീണ്ടും ബിട്ടുവിനൊരു ദേഹവേദന വരുവാണ്. അപ്പോൾ ആ പുറകിലായിട്ട് ആ രാക്ഷസൻ്റെ കൈപ്പത്തി വീണ്ടും തെളിഞ്ഞു വരുവാണ്. ബിട്ടു അങ്ങനെ വേദന കൊണ്ടിങ്ങനെ പെടഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേനും ബിട്ടുവിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു പുള്ളിക്കാരി ഇരിപ്പുണ്ട്. ആ പുള്ളിക്കാരി പെട്ടെന്ന് ഇങ്ങനെ അവരുടെയും പുറകിൽ നിന്ന് ഇങ്ങനെ വേദന എടുക്കുന്ന പോലെ അവരിങ്ങനെ കാണിച്ചിട്ട് തിരിച്ച് ബിട്ടുവിനെ വഴക്ക് പറയുവാണ്. എന്താണെന്ന് വെച്ചാൽ അവരെ നുള്ളിയെന്ന് പറഞ്ഞിട്ട്, അവരെ പുറകിൽ നുള്ളിയെന്ന് പറഞ്ഞിട്ട് ബിട്ടുവിനെ വഴക്ക് പറയുകയാണ്. പുറകിലിരിക്കുന്ന ബിട്ടുവാണല്ലോ. അപ്പോൾ അമ്മ പറയും, ഇനിയിപ്പോൾ നീ മാറിയിരിക്കും ബിട്ടു, ബാക്കിലോട്ട് ഇരിക്കും, ഇനി അവരാരാ നുള്ളുന്നതെന്ന് നോക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് ബിട്ടുവിനെ പിടിച്ച് മാറ്റി ബാക്കിലോട്ടിരിക്കും, ഒറ്റയ്ക്കിരുത്തും. അപ്പോൾ ബിട്ടു വീണ്ടും അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വീണ്ടും ആ രാക്ഷസൻ്റെ സൗണ്ട് കേൾക്കുവാണ്. ബിട്ടുവാണ് നുള്ളിയത്, ബിട്ടുവാണ് ആ പുള്ളിക്കാരനെ നുള്ളിയെന്നുള്ളതിൽ പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ ആ രാക്ഷസനുണ്ട് ബസ്സിൽ. അപ്പോൾ ബിട്ടുവിനോട് പറയും, നിനക്ക് മാത്രമേ എന്നെ കാണാൻ സാധിക്കുള്ളൂ, ഇനി നീയാണ് എൻ്റെ മരം, ഞാൻ ചെതുക്കുവാടിയിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നുള്ളതൊക്കെ പറയുന്നുണ്ട് രാക്ഷസൻ. എനിക്ക് തോന്നുന്നു ആ ബിട്ടുവിനെ തൊട്ടപ്പോഴത്തേനും അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ഇത് കിട്ടിക്കാണുമായിരിക്കും, പവർ. അങ്ങനെയൊക്കെ രാക്ഷസൻ ചെതുക്കുവാടിയിൽ നിന്ന് പുറത്തേക്ക് എത്തിയത്. അപ്പോൾ ബിട്ടുവിനാണല്ലോ തൊട്ടത്. അപ്പം ബിട്ടു ആയിരിക്കും, ഇനി ആ ബിട്ടുവിൻ്റെ കൂടെ ആയിരിക്കും ആ രാക്ഷസൻ നടക്കുന്നത്. അങ്ങനെ അപ്പോൾ അവനോട് പറയുന്നുണ്ട്, നീ മുന്നീനെ കണ്ടുപിടിക്കണം, മുന്നീനെ അതിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും, ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത്, മുന്നിയെ കണ്ടുപിടിക്കണം, മുഞ്ചയ്ക്ക് മിന്നുവിനെ കല്യാണം കഴിക്കണം, മുന്നീനെ കല്യാണം കഴിക്കണം എന്നിങ്ങനെ മൂഞ്ചി പറഞ്ഞുകൊണ്ടേ ഇരിക്കും ബിട്ടുവിനോട്. ബിട്ടുവിനത് കേട്ടിട്ടിട്ട് ബിട്ടു ഇങ്ങനെ ചെവി പൊത്തിയിരിക്കുകയാണ് ബസ്സിൽ. കാരണം ബിട്ടുവിന് മാത്രമേ കാണാനും സാധിക്കുന്നുള്ളൂ. അതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് രാക്ഷസൻ പറഞ്ഞുകൊണ്ടേ ഇരിക്കും, എനിക്ക് മുന്നീനെ കല്യാണം കഴിക്കണം. അത് വേണ്ടിയിട്ട് അങ്ങനെ സാധിക്കാണ്ടാണല്ലോ ആ പയ്യൻ മരിച്ചത്. അപ്പോൾ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന ഒരു വീടെത്തുന്നതായിട്ടാണ്. അങ്ങനെ രാത്രി ബിട്ടു ഉറങ്ങാനായിട്ട് കിടക്കുമ്പോഴത്തേനും ഈ രാക്ഷസൻ വന്നിട്ട് ബിട്ടുവിനെ പേടിപ്പിക്കുന്നൊക്കെ ഉണ്ട്. എന്നിട്ട് ബിട്ടുവിനെ ഉപദ്രവിക്കുന്നുണ്ട്, അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ബിട്ടു ഓടി രക്ഷപ്പെട്ടിട്ട് റൂമിനെത്തേറി ഡോറടച്ച് നിൽക്കുമ്പോഴത്തേനും ജനാലെ കൂടി നോക്കുമ്പോൾ പുറത്തായിട്ട് ഗേറ്റിൻ്റെ അവിടെയായിട്ട് ബിട്ടുവിൻ്റെ അമ്മ ഫോൺ വിളിച്ചുകൊണ്ട് നിൽപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ ലൈറ്റ് ഉണ്ടല്ലോ, ആ ലൈറ്റിനെ ഇളക്കിയിട്ട് രാക്ഷസൻ അമ്മയുടെ അടുത്തായിട്ട് തള്ളിയിടും. അമ്മയുടെ പുറത്തിടത്തില്ല, അതിൻ്റെ അടുത്തായിട്ട് ഇടും. എന്നിട്ട് അപ്പം ഇത് ബിട്ടുവിനെ പേടിപ്പിക്കാനായിട്ടാണ്. കാരണം ബിട്ടു ആ മുന്നിനെ കണ്ടുപിടിക്കണം, എനിക്ക് മുന്നിനെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം ബിട്ടു പറയുന്നുണ്ട്, ഞാൻ ഇങ്ങനെ കണ്ടുപിടിക്കണം, എനിക്ക് ആരെന്നൂടി മുന്നിന്ന് അറിയാൻ പാടില്ല, രാക്ഷസൻ എൻ്റെ അമ്മാമ്മനെ കൊന്നില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം വീണ്ടും ഈ രാക്ഷസന് ഒരേ ഒരു ഇതേ ഉള്ളൂ, മുന്നേ കണ്ടുപിടിക്കണം അങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുവാണ്. അപ്പോൾ അത് കേൾക്കാഞ്ഞിട്ടാണ് അമ്മേനെ ഇങ്ങനെ കൊല്ലുമെന്നുള്ള രീതിയിൽ പേടിപ്പിച്ചത്. എന്നിട്ട് പറയും, വീണ്ടും അത് തന്നെ പറയും രാക്ഷസൻ, മുന്നേ കണ്ടുപിടിക്കണം, മുന്നേ ഇപ്പം തന്നെ പോയി കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞിട്ട് പിന്നെ ബിട്ടുവിന് വേറെ വഴിയൊന്നുമില്ല, ആകെയുള്ളതിന് അമ്മയല്ലേ, അമ്മേനെ കൂടി കൊന്നാലോന്ന് മേടിച്ചിട്ട് ബിട്ടു അന്വേഷിച്ചിറങ്ങുവാണ്. ബിട്ടുവിൻ്റെ കൂടെ രാക്ഷസനെ കൊണ്ട് അന്വേഷിച്ചിറങ്ങാനായിട്ട് രാത്രിയാകുമ്പോഴത്തേനും ഉറക്കമൊന്നുമില്ലാണ്ട് ബിട്ടു ഫുള്ള് രാക്ഷസനെയും കൂട്ടിയിട്ട് എല്ലായിടത്തും നടന്ന് അന്വേഷിക്കുകയാണ്. പല സ്ഥലങ്ങളിലും പോയി അന്വേഷിക്കുന്നുണ്ട്. മുന്നിനെ കണ്ടു കിട്ടുന്നില്ല. ഈ വിക്രമ വേതാളം കൂടിയിട്ട് പോകുന്ന പോലെയാണ്. വിക്രമാദിത്യൻ്റെ തോളിൽ വേതാളം ഇരിക്കും പോലെ ഈ രാക്ഷസൻ തോളിൽ തന്നെ ഇരിപ്പുണ്ട് ബിട്ടുവിൻ്റെ. അങ്ങനെ രാത്രി ഫുള്ള് അലഞ്ഞിരിയും അന്വേഷിച്ചിട്ട്. എന്നിട്ട് കിട്ടില്ല. വീട്ടിൽ രാവിലെ ആയിരിക്കും വരുന്നത്. അപ്പോൾ അമ്മ നോട്ട് ചെയ്യുന്നുണ്ട്, കുറച്ച് ദിവസമായിട്ട് ബിട്ടു ഇങ്ങനെയാണല്ലോ, രാത്രി പോയിട്ട് പുറത്ത് വരുന്നുണ്ട്. അമ്മയുടെ വിചാരം എന്തോ ഡ്രഗ്സ് കഴിച്ചിട്ട് മോൻ ഇങ്ങനെ ആയതാണ് എന്നൊക്കെയാണ് അമ്മ വിചാരിക്കുന്നത്. അങ്ങനെ ബിട്ടുവിൻ്റെ കൂട്ടുകാരൻ ബിട്ടുവിനെ കാണാൻ വരുമ്പോൾ ചോദിക്കുന്നുണ്ട്, നീ ഡ്രഗ്സൊക്കെ ഉപയോഗിക്കുന്നുണ്ടല്ലേ എന്നൊക്കെ ചോദിക്കുന്നു. എന്നിട്ട് അമ്മ പറഞ്ഞു എന്നൊക്കെ പറയുമ്പോഴത്തേനും ബിട്ടു പറയും, അതൊന്നും അല്ല കാര്യം, ഞാൻ പറഞ്ഞാൽ നീ വിശ്വസിക്കത്തില്ല എന്നും പറഞ്ഞിട്ട് ബിട്ടു ഇങ്ങനെ കാര്യം പറയുന്നുണ്ട്. നീ ഏലിയനിൽ വിശ്വസിക്കുന്നില്ലേ, അതുപോലെ തന്നെയാണ് ഈ രാക്ഷസൻ എന്നൊക്കെ പറഞ്ഞിട്ട് കൂട്ടുകാരൻ അത് വിശ്വസിക്കുന്നില്ല. ഡ്രഗ്സ് കഴിച്ചിട്ട് എന്തോ പിച്ചുമയും പറയുന്നതാണ് വിശ്വസിക്കുന്നത്. എന്നാൽ നിനക്ക് ഞാൻ തെളിവ് കാണിച്ചില്ലെന്ന് പറഞ്ഞിട്ട് ബിട്ടു രാത്രിയാവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുവാണ്. രാത്രിയായി രാക്ഷസൻ വരത്തുള്ളൂ ബിട്ടുവിൻ്റെ അടുത്ത്. രാവിലെ അമ്മ പോവും. അപ്പോൾ രാത്രിയാവാൻ വെയിറ്റ് ചെയ്യുവാണ്. സൺസെറ്റ് ആയി കഴിയുമ്പോഴത്തേനും കൂട്ടുകാരനോട് പറയും, നീ ഇപ്പോൾ നോക്കിയോ, അവൻ വരും, നിനക്ക്
എനിക്ക് കാണാൻ പറ്റില്ല, ഞാൻ ശ്രദ്ധിച്ച് കേട്ടാൽ സൗണ്ട് കേൾക്കാൻ പറ്റുമെന്ന് പറയും. അവസാനം ഇരുട്ട് കഴിയുമ്പോഴത്തേനും രാക്ഷസൻ വരുന്നുണ്ട്. ബിട്ടു പറഞ്ഞതുപോലെ തന്നെ സൗണ്ട് കേൾക്കുന്നുണ്ട് കൂട്ടുകാരൻ. അങ്ങനെ കൂട്ടുകാരനും വിശ്വാസമാവുന്നുണ്ട്. എന്നിട്ട് ആരാണ് മുന്നിൽ നിന്നൊക്കെ ചോദിക്കുമ്പോഴത്തേനും രാക്ഷസൻ പറയത്തില്ല. അപ്പോഴത്തേനും കൂട്ടുകാരൻ പറയും, എൻ്റെ കയ്യിൽ ഒരു വഴിയുണ്ട്, ഞാൻ ഇങ്ങനെ വീഡിയോസിൽ കണ്ടിട്ടുണ്ട്, നമ്മൾ ഓജോ ബോർഡ് കളിക്കത്തില്ല, അതുപോലെ ക്യാൻഡിലൊക്കെ കത്തിച്ച് വെച്ചിട്ട് രാക്ഷസനോട് സംസാരിക്കാൻ നോക്കുന്നുണ്ട്. ആ ഓജോ ബോർഡിലൊന്നും രാക്ഷസൻ വരുന്നില്ല, അല്ലാണ്ട് വന്നിട്ട് ഇവർക്ക് നല്ല അടിയിടിയെ കൊടുത്തിട്ട് മുന്നേ കണ്ടുപിടിക്കണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അപ്പോൾ കൂട്ടുകാരനും വിശ്വാസമായല്ലോ രാക്ഷസനുണ്ട് എന്നുള്ളത് വിശ്വാസമായിട്ടുണ്ട്. അങ്ങനെ ബിട്ടു ഫ്രണ്ടിനോട് പറയും, എനിക്കൊരു ഐഡിയ ഉണ്ട്, കാരണം ഈ രാക്ഷസൻ്റെ കുട്ടിക്കാലം മുതലുള്ള കൂട്ടുകാരിയാണ് മുന്നി, അപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ ആയിരിക്കണം മുന്നി താമസിക്കുന്നത്. അപ്പോൾ രുക്കുനെ വിളിച്ചിട്ടൊന്ന് ചോദിച്ചു നോക്കാം അതാരാണെന്നുള്ളത്, നമുക്ക് അന്വേഷിച്ച് നോക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ രുക്കുനെ വീഡിയോ കോൾ ചെയ്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ രുക്കുന് അങ്ങനെ കണ്ടിട്ടൊന്നുമില്ലെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ ആ ഫാമിലി നമ്മൾ തൊട്ടപ്പുറത്താണ് താമസിക്കുന്നത്, അതെനിക്കറിയാം. അമ്മാമ്മയുടെ പഴയ ഫോട്ടോസൊക്കെ അവിടെ ഇരിപ്പുണ്ട്, അതിലെങ്ങാനും അവരുടെയൊക്കെ ഫോട്ടോസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, ഞാൻ നോക്കിയിട്ട് നിനക്ക് ഫോട്ടോ സെൻഡ് ചെയ്യാമെന്ന് പറയും. അവസാനം രുക്ക് ഫോട്ടോ അയച്ചു കൊടുക്കുന്നുണ്ട്. ഗ്രൂപ്പ് ഫോട്ടോയാണ്. അതിൽ നിന്ന് മുന്നിനെ കണ്ടുപിടിക്കുന്നുണ്ട്. മുന്നിയുടെ കുട്ടികളുടെ ഫോട്ടോ കാണുമ്പം ബിട്ടുവിൻ്റെ കൂട്ടുകാരന് മനസ്സിലാവും ആരാന്ന്. ഇടയിൽ നമ്മുടെ അക്കയെന്ന് പറയും. അക്കയെന്ന് പറയുന്നത് ബെല്ലയുടെ അമ്മാമ്മയാണ്. അപ്പം ബെല്ലയുടെ അമ്മാമ്മയാണെന്ന് പറയുമ്പോൾ ഇവിടെ പൂനെ തന്നെ ഉണ്ട്, നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണല്ലോ എന്ന് പറഞ്ഞ് അവർ നേരെ ബെല്ലയുടെ വീട്ടിലേക്ക് പോകും. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അമ്മാമ്മ നല്ല വയസ്സായി, ബിട്ടുവിൻ്റെ അമ്മാമ്മയ്ക്കാളും വയസ്സായിട്ട് വയ്യാത്തൊരവസ്ഥയിലിരിക്കുവാണ്. അമ്മാമ്മയ്ക്ക് ഒരു സഹായത്തിൻ്റെ കുട്ടി ഇരിപ്പുണ്ട്. ആ കുട്ടി ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഇവർ ബിട്ടുവും ഫ്രണ്ടും കൂടിയിട്ട് അവിടെ ഇരിപ്പുണ്ട്. അവരൊന്നും സംസാരിക്കുന്നൊന്നുമില്ല അമ്മാമ്മ അടുത്ത്. അപ്പോൾ നമ്മൾ രാക്ഷസിന് മൂഞ്ചി കാണിച്ചു കൊടുത്തല്ലോ, അമ്മാമ്മേനെ മുന്നിനെ കാണിച്ചു കൊടുത്തല്ലോ. അപ്പോൾ ഇവർക്ക് ഒരു സമാധാനത്തിൽ ഇരിക്കുവാണ്, മുന്നിനെ കാണിച്ചെന്നല്ലോ എന്നുള്ള രീതിയിൽ അങ്ങനെ ഇരിക്കുവാണ്. അങ്ങനെ ഇരുന്നിട്ട് ഇവർ തിരിച്ചു പോകാനായിട്ട് ഒന്നും സംസാരിക്കത്തില്ല അമ്മാമ്മ അടുത്ത്. തിരിച്ചിറങ്ങുമ്പോഴത്തേനും ബെല്ല വരും. ബെല്ല വന്നിട്ട് പറയും, അപ്പോൾ സമാധാനിപ്പിക്കും, അമ്മാമ്മ മരിച്ച് ഞാൻ അറിഞ്ഞായിരുന്നു, എനിക്കപ്പം വരാൻ പറ്റിയില്ല എൻ്റെ അടുത്ത് എന്നിട്ട് സമാധാനിപ്പിക്കും. എന്നിട്ട് അപ്പം ബിട്ടു പറയും, ഞാൻ ഇപ്പോൾ പോകാൻ ഇത്തിരി തിരക്കാണ്, ഞാൻ പിന്നെ വരാമെന്ന് പറയാം. അപ്പം ബെല്ല പറയും, നീ ഇപ്പോഴും എവിടെ പോവാ, വാ അകത്ത് കയറി വാ, നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് പോയിട്ട് ഞാൻ നിനക്ക് ജ്യൂസ് ഉണ്ടാക്കി തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ജ്യൂസ് ഉണ്ടാക്കുവാണ്. അപ്പോഴത്തേനും മൂഞ്ച അവിടെ തന്നെ കറങ്ങി നടപ്പുണ്ടല്ലോ. അപ്പം മൂഞ്ച ബെല്ലേനെ ഇങ്ങനെ ഉപദ്രവിക്കാനായിട്ട് പോകുമ്പോൾ പെട്ടെന്ന് വിട്ടു പിടിച്ച് മാറ്റിയിട്ട് ഹഗ് കൊടുക്കും. അപ്പോൾ അവളേക്ക് നിനക്ക് എന്താ, നീ ഡ്രഗ്സ് ഉപയോഗിക്കുന്നുണ്ടോ എന്നൊക്കെ എല്ലാവരും അറിഞ്ഞു, ഇങ്ങനെ നടക്കുന്ന കണ്ടിട്ട് എല്ലാവരും വിചാരിക്കുന്ന ഡ്രഗ്സ് എന്നാണ്. അപ്പോൾ വിട്ടു പറയും, അങ്ങനെ ഉപയോഗിച്ചിട്ടൊന്നുമില്ല, നിൻ്റെ റിങ് എവിടെയും ചോദിക്കും. അപ്പം ബെല്ല പറയും, ഞങ്ങളിപ്പോൾ ബ്രേക്കപ്പ് അല്ല, എന്നാൽ ഞങ്ങൾ വലിയ സുഖത്തിലും അല്ല എന്നുള്ള രീതിയിലാണ് ഇപ്പോഴെന്ന് പറയും. എന്നിട്ട് ബെല്ല കാണാണ്ട് അപ്പം തന്നെ ബിട്ടുവും കൂട്ടുകാരനും കൂടി അവിടെ നിന്ന് മുങ്ങും. അങ്ങനെ ബിട്ടുവും കൂട്ടുകാരനോട് എടുത്തിരിക്കും. മുഞ്ചി വന്നിട്ട് പറയാം, എനിക്ക് മുന്നിനെ കല്യാണം കഴിക്കണം എന്ന് പറയും. ഞങ്ങൾ എന്ത് ചെയ്യാനാണ്, ഇനിയിപ്പം ചോദിക്കും പറയും, കല്യാണ പെണ്ണിനെ ബലി കൊടുക്കണമെന്ന് പറയും. ആ അമ്മാമ്മേനെ ഒന്നും കൊല്ലാനൊന്നും വയ്യ, വേണമെങ്കിൽ എന്നെ കൊന്നൊന്ന് ബിട്ടു പറയും. പറയും, നിന്നെ അല്ല നിൻ്റെ അമ്മേനെയും കൂട്ടുകാരനെയും കൊല്ലുമെന്ന് പറയും. എന്നിട്ട് ബിട്ടുവിനോട് പറയും, ഇനി കല്യാണ പെണ്ണിനെ ബലി കൊടുക്കണമെന്ന് പറയും. അപ്പോഴത്തേനും ഇവർ വിചാരിക്കും അമ്മാമ്മേനെയാണെന്ന്. എന്നാൽ അപ്പോഴാണ് മൂഞ്ച പറയുന്നത്, എനിക്ക് ബെല്ലേനെ കല്യാണം കഴിക്കണം, കല്യാണ പെണ്ണിനെ ബലി കൊടുക്കണമെന്ന്. അത് കേട്ടിട്ട് ബിട്ടും കൂട്ടാനും ഞെട്ടിപ്പോവും. തൊട്ട് മുന്നേ കല്യാണം കഴിക്കണമെന്ന ആൾ ഇത്ര പെട്ടെന്ന് കാലുമാറുമെന്ന് ചോദിച്ചില്ല. അപ്പം ബെല്ലേനെ കല്യാണം കഴിക്കണം, ചെറുപ്പക്കാരി കണ്ടപ്പോൾ അത് മതിയെന്ന്. ബെല്ലേനെ കല്യാണം കഴിക്കണം, കല്യാണ പെണ്ണിനെ ബലി കൊടുക്കണമെന്നും പറഞ്ഞിട്ടാണ് അടുത്തത്. ബിട്ടു ആകെ പെട്ടൊരവസ്ഥയിരിക്കുവാണ്. അമ്മാമ്മേനെ കൊല്ലണമെന്ന് ചോദിച്ചപ്പോൾ അടുത്ത ബെല്ലേനെയാണ് മൂഞ്ചിയെ പിടിച്ചേക്കുന്നത്. അങ്ങനെ ബിട്ടുവിൻ്റെ ഫ്രണ്ടും കൂടിയിട്ട് ഒരു വാതി ഒഴിപ്പിക്കുന്ന ഒരാളെ കാണാനായിട്ട് പോകുന്നുണ്ട്. അത് ഈ ക്രിസ്ത്യൻസിൻ്റെ അവരുടെ വിശ്വാസത്തിലുള്ള ഒരു ആളെയാണ് കാണാൻ പോകുന്നത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴത്തേനും ബിട്ടുവിന് അയാൾ അത്രയ്ക്കും കൊണ്ട് വിശ്വാസമാവുന്നില്ല, ഒരു ഫ്രോഡ് പോലെ തോന്നുന്നുണ്ട് അയാളെ പെരുമാറ്റം കാണുമ്പോഴത്തേനും. അപ്പം ബിട്ടു എങ്ങനെയെങ്കിലും മുങ്ങാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അയാൾക്ക് പോയി സംസാരിച്ചെങ്കിലും ബിട്ടുവിൻ്റെ ഫ്രണ്ടിന് കാര്യമായിട്ട് സംസാരിക്കുന്നുണ്ട്. പക്ഷേ ബിട്ടുവിന് അയാൾ അത്ര ഇഷ്ടമാവാത്തതുകൊണ്ട് ഇവിടെ നിന്ന് എങ്ങനെയും പോകാൻ അയാളെ കൊണ്ട് നടക്കത്തില്ല എന്നുള്ള രീതിയിൽ വിട്ടു തിരിച്ച് പോകുമ്പോഴത്തേനും ഫ്രണ്ടാണെങ്കിൽ പെട്ടെന്ന് ഇവൻ്റെ ഷർട്ട് മാറ്റിയിട്ട് ആ ബാക്കിൽ ആ കൈപ്പത്തി കാണിച്ചു കൊടുക്കും. മുഞ്ചി തൊട്ടിട്ടുള്ള ആ കൈപ്പത്തി ഉണ്ടല്ലോ, അത് കാണിച്ചു കൊടുക്കും. അതിനെ പൊള്ളിയതുപോലെ ആ മാർക്കായിട്ടൂടെ കിടപ്പുണ്ട്. അപ്പോൾ അത് കാണിച്ചു കൊടുക്കുമ്പോൾ അയാൾ പെട്ടെന്ന് പറയും, മൂഞ്ചിയാന്ന് പറയുമ്പോഴത്തേനും വിട്ടു പെട്ടെന്ന് ഞെട്ടിയിട്ട് തിരിഞ്ഞു നോക്കും. ഇയാൾക്ക് ഇങ്ങനെ അറിയാം, ഈ കൈ കണ്ടപ്പോൾ തന്നെ എങ്ങനെ മനസ്സിലായി എന്നുള്ളത് ഞെട്ടിയിട്ട് തിരിഞ്ഞു നോക്കും. അങ്ങനെ പിന്നെ വിശ്വാസമാവും ഇയാൾക്ക് മൂഞ്ചിനെ അറിയാമെന്നൊക്കെ പറഞ്ഞപ്പോൾ അത്യാവശ്യം ഫ്രോഡല്ല എന്തെങ്കിലുമൊക്കെ അറിയാമെന്നുള്ളത് മനസ്സിലായിട്ട് പിന്നെ അയാളുടെ എല്ലാ കാര്യങ്ങളും പറയും. അപ്പോൾ അയാൾ എങ്ങനെ മൂഞ്ചി അറിയാമെന്ന് ചോദിക്കുമ്പോൾ അയാളിങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. മൂഞ്ചി എന്താണ്, എങ്ങനെയാണ് ഇങ്ങനെ ഇതായിപ്പോയത്, രാക്ഷസനായിപ്പോയത്, എല്ലാ കഥകളും പറയും. അയാളുടെ അതിൻ്റെ ഒരു ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട്, അതൊക്കെ കാണിച്ച് എല്ലാ കഥകളും പറഞ്ഞു കൊടുക്കും. പണ്ട് പോലെ ഇങ്ങനെ 10 ദിവസം തികയാണ്ട് മരിച്ചുപോയ ഇങ്ങനെ ബ്രാഹ്മിൺസ് അവരുടെ ആഗ്രഹം സാധിക്കാഞ്ഞിട്ടാണ് ഇങ്ങനെ മൂഞ്ചിയായി പോകുന്നത്. അപ്പോൾ ആഗ്രഹം സാധിക്കുമ്പോൾ അവർ പോവും എന്നുള്ള അയാൾ കുറേ അങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കും.
അപ്പോൾ ഇതിൻ്റെ പോം വഴി ചോദിക്കുമ്പോൾ അയാൾ പറയും അത് അവരുടെ ആഗ്രഹം സാധിക്കണം, കല്യാണം കഴിക്കണം എന്നുള്ളതാണല്ലോ ആഗ്രഹം, അപ്പോൾ കല്യാണം കഴിപ്പിക്കണം. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ആ രാക്ഷസൻ്റെ ഒരു ബോഡി വേണം, ഒരു ഫിസിക്കൽ ബോഡി വേണം. അതിന് വേണ്ടിയിട്ട് ഒരു ആടിനെ തയ്യാറാക്കണം. എന്നിട്ട് ആ ആടിൻ്റെ തലയിലായിട്ട് ഈ മൂഞ്ചയുടെ ബ്ലഡ് റിലേഷനിലുള്ള ആളുടെ ബ്ലഡ് വെച്ചിട്ട് ഒരു സിമ്പിളുണ്ട്, അത് വരയ്ക്കണം. അപ്പോഴത്തേനും ഓട്ടോമാറ്റിക്കായിട്ട് മൂഞ്ച ആ ആടിൻ്റെ ദേഹത്തോട്ട് കയറും. എന്നിട്ട് ഏത് പെൺകുട്ടീനാണോ കല്യാണം കഴിക്കാൻ ആഗ്രഹം ആ പെൺകുട്ടീനെ കൊണ്ടുവന്നിട്ട് കല്യാണം കഴിച്ച് കഴിയുമ്പോഴത്തേനും ആ പെൺകുട്ടീനെയും ബലി കൊടുക്കണം. എന്നിട്ട് ഇവർ രണ്ടുപേരും ആത്മാവായിട്ട് അങ്ങനെ അലഞ്ഞിരിഞ്ഞ് നടന്നോളും എന്ന് പറയും. അപ്പോൾ മൂഞ്ചി കല്യാണം കഴിക്കാൻ ആഗ്രഹം ബെല്ലേനെയാണല്ലോ, അപ്പം ബെല്ലേനെ കൊണ്ട് ഇതൊന്ന് പറഞ്ഞ് സമ്മതിപ്പിക്കണമല്ലോ. അപ്പോൾ ബിട്ടുവും കൂട്ടുകാരനും കൂടി പോയിട്ട് ബെല്ലെടുത്ത് ഈ കാര്യം പറഞ്ഞാൽ വരൂലല്ലോ എന്തായാലും. അപ്പം ഒരു കള്ളം പറയും, ഇവരുടെ സൂംബ സ്റ്റുഡിയോയുടെ ഒരു ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നമുക്ക് നല്ലൊരു ഇതൊക്കെ സീനറി കിട്ടുമല്ലോ, നമുക്ക് നേരെ ബിട്ടുവിൻ്റെ നാട്ടിലേക്ക് പോകാം, അവിടെ സൂപ്പർ സ്ഥലമാണ്, അവിടെ പോയി നമുക്ക് ഷൂട്ട് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കള്ളം പറഞ്ഞിട്ട് ബെല്ല ഓക്കെ ഹാപ്പി ആവും, ബെല്ലയ്ക്ക് സന്തോഷം. അപ്പോൾ അങ്ങനെ അവരെല്ലാവരും കൂടിയിട്ട് നേരെ നാട്ടിലേക്ക് പോവാണ്. അങ്ങനെ ബിട്ടുവിൻ്റെ കൂട്ടുകാരനും ബിട്ടുവിൻ്റെ അമ്മയും ബെല്ലയും ബെല്ലയുടെ സൂംബ സ്റ്റുഡിയോയിലെ സ്റ്റുഡൻസ് ഗേൾസ് എല്ലാവരും ഉണ്ട്. പിന്നെ അത് പോയിട്ട് ആ ബാധ ഒഴിപ്പിക്കുന്ന പുള്ളിക്കാരനും കൂടിയിട്ട് ബസ്സിലുണ്ട്. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഒരു ബസ്സിൽ അങ്ങ് നാട്ടിലേക്ക് പോവാണ്. അങ്ങ് നാട്ടിലെത്തിയിട്ട് ബാധ ഒഴിപ്പിക്കുന്നയാൾ വേറെ പ്രത്യേകം താമസിക്കാനായിട്ട് പോവാണ്. അപ്പം പോകുന്നതിന് മുന്നേ എന്തോ ഒരു സാധനം ബിട്ടുവിൻ്റെ കൈ കൊടുത്തിട്ട് ഇത് മൂച്ച കാണാണ്ട് സൂക്ഷിച്ച് വയ്ക്കണം നമ്മൾ കൊടുത്തിട്ട് അയാൾ പോകുന്നുണ്ട്. ബാക്കി എല്ലാവരും കൂടിയിട്ട് രുക്കുവിൻ്റെ അവിടെ ഹോം സ്റ്റേ ഉണ്ട്. അപ്പോൾ ഇവർക്കെല്ലാവരും കൂടിയിട്ട് രുക്കുവിൻ്റെ അവിടെയാണ് ആ ഹോം സ്റ്റേയിലാണ് താമസം തയ്യാറാക്കിയിരിക്കുന്നത്. എന്നിട്ട് ഇവർ ഇതിനിടയ്ക്ക് അത് കഴിഞ്ഞിട്ട് സ്റ്റുഡിയോയിലേക്ക് ഫോട്ടോഷൂട്ടിനാണല്ലോ വന്നത്, അപ്പോൾ ആ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ബെല്ലയും ബിട്ടുവും കൂടിയിട്ട് ആ ബീച്ചിൻ്റെ അവിടെയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേനും അങ്ങനെ സംസാരിക്കുന്നതിനിടയ്ക്ക് മറ്റേ ക്യൂബനെ ബ്രേക്കപ്പ് ചെയ്യാമെന്നുള്ളൊരു തീരുമാനത്തിലൊക്കെ അങ്ങനെ എത്തി ബെല്ല സംസാരിച്ച് വരുമ്പോഴത്തേനും ക്യൂബ നേരെ ഇവരുടെ അടുത്തേക്ക് വരുവാണ്. വന്നിട്ട് പുള്ളിക്കാരിയോട് പറയും, സോറിയൊക്കെ പറഞ്ഞിട്ട് പറയും, നീ ഇവിടെ തന്നെ നിന്നോ, എൻ്റെ കൂടെ അങ്ങ് ഫോറിനിൽ വരണ്ട, അതുകൊണ്ടാണല്ലോ അവർ തമ്മിൽ ഒരു ചെറിയൊരു ഇഷ്ടക്കേട്ടുണ്ടായത്, അത് കാരണമാണ്. അപ്പോൾ നീ ഇവിടെ തന്നെ നിന്ന് നിൻ്റെ സ്റ്റുഡിയോ ഒക്കെ നോക്കിയോ, ഞാനും നിൻ്റെ കൂടെ ഇവിടെ നിന്നോളാം എന്നൊക്കെ പറഞ്ഞ് അവർ തമ്മിലുള്ള പ്രശ്നമെല്ലാം കോംപ്രമൈസ് ആവുന്നു. എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടിയിട്ട് ക്യൂബയും ബെല്ലയും കൂടിയിട്ട് കുറച്ചും കൂടി ഉള്ളിലോട്ട് കാടിൻ്റെ ഉള്ളിലോട്ട് നടന്നിട്ട് അവരൊന്ന് കിസ് ചെയ്യാനായിട്ട് പോകുമ്പോഴത്തേനും ബിട്ടു ഒളിഞ്ഞ് നോക്കിക്കൊണ്ടിരിപ്പുണ്ട്. ആ സമയം ബിട്ടുവിൻ്റെ കൂടെ മൂഞ്ച വരുവാണ്. മൂഞ്ച വന്നിട്ട് അതാരാ ബെല്ലയുടെ കൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് നേരെ മൂഞ്ച എന്നിട്ട് നല്ലതായിട്ട് കൊടുക്കുന്നുണ്ട്, കാലിൽ വാരിയൊരു വലിക്കുന്നുണ്ട് കൂബയുടെ ഫുള്ള് ബോഡി പഞ്ചറായി കിട്ടുന്നുണ്ട്. എന്നിട്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. എന്നിട്ട് ഡോക്ടറിനോട് ചോദിക്കുമ്പോൾ ഡോക്ടർ പറയും തെരുവ് നായ കടിച്ചെന്ന് പറയും. ബോഡി ഫുൾ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവും, കാരണം മുഞ്ചണെന്നുള്ളത് അറിയത്തില്ലല്ലോ. അപ്പോൾ തെരുവ് നായ കടിച്ചെന്ന് പറഞ്ഞിട്ട് ഒരുപാട് സ്റ്റിച്ച് ഇടാനും കാര്യങ്ങളും കണ്ടെന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ ബെല്ല് എന്ന് കരയും. കരയണ കാണുമ്പോഴത്തേനും മൂഞ്ച പെട്ടെന്ന് ബിട്ടുവിൻ്റെ അടുത്ത് വന്നിട്ട് എന്തിനാ ബെല്ല കരയുന്നതെന്ന് ചോദിച്ചുകൊണ്ട് വരുന്നുണ്ട്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇവർ ബിട്ടുവും മൂഞ്ചയും ഫ്രണ്ടും കൂടിയിട്ട് വേറൊരു റൂമിലേക്ക് പോയിട്ട് മൂഞ്ച പറയുന്നുണ്ട് എനിക്ക് ബെല്ലേനെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് രുക്കു വന്നിട്ട് ഈ കൂബയ്ക്ക് എന്താ പറ്റിയെന്ന് അന്വേഷിക്കാനാണ് വരുന്നത്. ബിട്ടു എന്താ പറ്റിയെന്നൊക്കെ ചോദിച്ചുകൊണ്ട് വരുമ്പോൾ രുക്കു മൂഞ്ചനെ കാണുന്നുണ്ട്. കാരണം ഈ മൂഞ്ചിൻ്റെ ബ്ലഡ് റിലേഷനിലുള്ള എല്ലാവർക്കും മൂഞ്ചനെ കാണാൻ പറ്റും. അപ്പോൾ രുക്കു ഒരു റിലേഷൻ ആണല്ലോ. അപ്പോൾ രുക്കു മുട്ടൊന്ന് മൂഞ്ചനെ കണ്ടിട്ട് പേടിച്ച് വിളിക്കുന്നുണ്ട്. അപ്പോൾ ബിട്ടു പറയുന്നത് ഒന്ന് ചെയ്ത് നമ്മുടെ എൻ്റെ കസിനാണ് ഇങ്ങനെ രുക്കു ബ്ലഡ് റിലേഷൻ ആയതുകൊണ്ടാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വന്നിട്ട് മൂഞ്ച പറയും നീ എന്നെ കണ്ടല്ലേ, നിൻ്റെ മുടി നന്നായിട്ടുണ്ടല്ലോ, നിൻ്റെ മുടി മൊട്ടയടിക്കട്ടെ എന്നൊക്കെ പറഞ്ഞാൽ അവളെ പേടിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും എനിക്ക് ബെല്ലേനെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞിട്ട് പറയുവാണ് മൂഞ്ച. അത് കഴിഞ്ഞ് കാണിക്കുന്ന ബെല്ലേനെ എന്തായാലും പറഞ്ഞിട്ട് കൊണ്ടുപോയി കല്യാണം കഴിപ്പിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ പിന്നെ ഇവർ കരിക്കിനകത്ത് കള്ളം ഒഴിച്ചിട്ട് ബെല്ലേനെ കൊണ്ട് കുടിപ്പിക്കും. അപ്പം ബെല്ല കരിക്കെന്ന് വെച്ചിട്ട് കുടിക്കും. കുറച്ച് കഴിയുമ്പോഴത്തേനും ആൾ ഫിറ്റാവും. ആ സമയം രുക്കുവും കൂട്ടാനോട് പോയിട്ട് ഒരു ആടിനെ ഒരു വീട്ടിൽ നിന്ന് മോഷ്ടിച്ചുകൊണ്ട് വരും. അങ്ങനെ മോഷ്ടിച്ചുകൊണ്ട് വന്നിട്ട് ബെല്ലേനെയും കൂട്ടിയിട്ട് ഇവർ നേരെ ചെതുക്കുവാടിയിലേക്ക് പോവാം. എന്നിട്ട് ഇവർ ആ ബാധ ഒഴിപ്പിക്കാൻ വന്ന ആളെ വിളിക്കുവാണ്. അപ്പോൾ അയാൾ ഒരു അമ്പലത്തിൽ നമ്മൾ സിനിമയുടെ തുടക്കത്തിൽ കണ്ടില്ലായിരുന്ന ഒരു കലാരൂപം തെയ്യം പോലെയൊക്കെ ഡാൻസ് കളിക്കുന്നത്, അപ്പോൾ അത് കണ്ടുകൊണ്ട് നിൽക്കുവാണ്. അപ്പോൾ അയാൾ ഫോൺ വിളിക്കുമ്പോൾ അയാൾ പറയും നേരെ ചെതുക്കുവാടിയിലേക്ക് പോയിട്ട് ആടിൻ്റെ നെറ്റിയിൽ എന്ന് പറഞ്ഞാൽ ആ സിമ്പൽ വരയ്ക്കണം, Z പോലത്തെ സിമ്പൽ വരയ്ക്കണം. അത് മൂഞ്ചി തന്നെ ബിട്ടുവിനോട് പറയും ആ സമയത്ത് വരയ്ക്കണമെന്ന് പറയും. അത് വരച്ച് കഴിയുമ്പോഴത്തേന് ആടിൻ്റെ ദേഹത്തേക്ക് മൂഞ്ചി കയറുമ്പം തന്നെ അന്ന് ബിട്ടുവിൻ്റെ കയ്യിലൊരു സാധനം കൊടുത്തതല്ലേ, അത് ഈ മന്ത്രങ്ങളൊക്കെ എഴുതിയിട്ടുള്ളൊരു ഇതാണ് എഴുതി കൊടുത്തിട്ടുള്ളത്.
അപ്പോൾ ആ മന്ത്രം എടുത്തിട്ട് വായിച്ചിട്ട് ആ ആടിനെ വെട്ടിക്കൊല്ലുമ്പോഴത്തേനും മൂഞ്ചിയെ പോവും എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇതെല്ലാം പറഞ്ഞതുപോലെ തന്നെ ആടിനെ മൂഞ്ചിയെ പറയും ഇതുപോലെ ഇസഡ് വരയ്ക്കാൻ പറയും. അപ്പം ബിട്ടുവിൻ്റെ കൈ മുറിച്ചിട്ട് ആ ബ്ലഡ് കൊണ്ട് ആടിൻ്റെ നെറ്റിയിൽ ഇസഡ് പോലെ വരയ്ക്കും. എന്നിട്ട് ബെല്ലിനെയും കല്യാണ പെണ്ണപ്പിൽ ഒരുക്കിക്കൊണ്ടൊക്കെ വരും. ബെല്ല പിന്നെ ഫിറ്റായതുകൊണ്ട് നേരെ ബോധമില്ല. ബെല്ലയുടെ കല്യാണം എന്ന് പറയുമ്പോൾ ബെല്ല ആടിനെ കല്യാണം കഴിക്കാൻ റെഡി ആയിട്ടൊക്കെ വന്ന് നിൽക്കുവാണ്. അപ്പോഴത്തേനും ഇസഡ് വരയ്ക്കുമ്പോഴത്തേനും ആടിൻ്റെ ദേഹത്തേക്ക് മൂഞ്ചി കയറുന്നു. പെട്ടെന്ന് ആടങ്ങ് ബോധം കെട്ട പോലെ വീഴും. ആ ആടൊന്ന് ജസ്റ്റ് ബോധം കെട്ട് വീഴുന്ന സമയത്ത് ബിട്ടു അതിൻ്റെ അടുത്ത് പോയി നോക്കുമ്പോൾ തൊട്ട് നോക്കുമ്പോൾ അത് പെട്ടെന്ന് എണീക്കും. എന്നിട്ട് പെട്ടെന്ന് മൂഞ്ചിയെ പറയും അവളെ ബലി കൊടുക്കുമെന്ന് പറയും ബെല്ലേനെ. അപ്പോൾ ആ സമയത്ത് പെട്ടെന്ന് ബിട്ടു ആ ആടിനെ പിടിച്ചു വെച്ചിട്ട് രുക്കു ഓടിപ്പോയിട്ട് മറ്റേ മന്ത്രം ഉണ്ടല്ലോ ബാധൊഴിപ്പിക്കുന്ന അയാൾ കൊടുത്ത ആ മന്ത്രം അങ്ങോട്ട് ചൊല്ലാൻ തുടങ്ങും. എന്നിട്ട് വേണമല്ലോ വെട്ടാനായിട്ട് ആടിനെ. അപ്പോൾ ആ മന്ത്രം ചൊല്ലുമ്പോഴത്തേനും മൂഞ്ചിക്ക് പിടികിട്ടും ഇവർ ചതിക്കുന്നതാണ്, നിങ്ങളെന്നെ ചതിക്കുവാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ ദേഷ്യപ്പെടും. ആ സമയത്ത് ബെല്ലയാണെങ്കിൽ എന്ത് വെച്ചാൽ പോയിട്ട് ഈ ആടിൻ്റെ നെറ്റിയിൽ ഇസഡ് പോലെ വരച്ചിട്ടില്ലായിരുന്നില്ല, ആ സെയിം സിമ്പൽ ബെല്ലയുടെ നെറ്റിയിലും വരയ്ക്കും. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ ബാധ ഒഴിപ്പിക്കുന്ന അയാൾ നേരത്തെ പറഞ്ഞു ആ സിമ്പൽ വേറൊരാളുടെയും ദേഹത്ത് വരയ്ക്കാൻ പാടില്ല എന്നുള്ളത്. പക്ഷേ ബെല്ലയ്ക്ക് അറിയില്ലല്ലോ. ബെല്ല പോയിട്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ പോലത്തെ അതേ സിമ്പൽ വരച്ചു എന്നും പറഞ്ഞിട്ട് വരച്ചുകൊണ്ട് വരും. അപ്പോൾ എന്താ പറ്റണമെന്ന് വെച്ചാൽ മൂഞ്ചിയെ നേരെ ആടിൻ്റെ ദേഹത്തുനിന്ന് മാറിയിട്ട് ബെല്ലയുടെ ദേഹത്തേക്ക് കയറും. അപ്പം ബെല്ലയുടെ ദേഹത്തോളം ബെല്ല കുറച്ച് നേരം കുനിഞ്ഞ് അനക്കലാണ്ടിരിക്കാം. പതുക്കെ വിട്ടു പോയിട്ട് ആൾ തൊട്ട് നോക്കുമ്പം തിരിഞ്ഞു നോക്കുന്നത് ഒരു രാക്ഷസമുഖമായിട്ടുള്ള ബെല്ലയായിരിക്കും. മൂഞ്ചി അവളുടെ ദേഹത്ത് കയറിയിട്ടുണ്ട്. അങ്ങനെ ഇവരെല്ലാവരും മൂന്നുപേരും കൂടി രുക്കുവും ബിട്ടുവും ഫ്രണ്ടും കൂടിയിട്ട് പേടിച്ച് ഓടുന്നുണ്ട്. അപ്പോൾ ഇവരെ പിടിക്കാനായിട്ട് ബെല്ലയും പുറകെ ഓടുമ്പോൾ ഒരു എന്തോ തറയിൽ കിടന്ന വള്ളി എന്തായാലും അതിൽ തട്ടിയിട്ട് ബെല്ല വീണിട്ട് ബോധം പോയി കിടക്കും. ആ സമയത്ത് ബിട്ടു പെട്ടെന്ന് പറയും രുക്കുവിൻ്റെ അടുത്തും ഫ്രണ്ടിൻ്റെ അടുത്തും ബെല്ലയുടെ ദേഹത്ത് മൂഞ്ചി കയറിയെങ്കിൽ അപ്പം ആടിൻ്റെ ദേഹത്ത് ബെല്ലയുടെ ആത്മാവായിട്ടുണ്ടാവും. അപ്പം ആടാണിപ്പം ബെല്ലയെന്നും പറഞ്ഞിട്ട് ഇവർ ആ ബോധം കെട്ട് കിടക്കുന്ന സമയം മൂഞ്ചി തട്ടി വീണും ബോധം കെട്ടല്ലോ, ആ സമയത്ത് ഇവർ പെട്ടെന്ന് ആടിനെയും കൂടി എടുത്തിട്ട് ഇവർ ആ ചെതുക്കുവാടി വിട്ടിട്ട് പുറത്തേക്ക് ഓടുകയാണ്, ബീച്ചിൻ്റെ അങ്ങോട്ട് ഓടുകയാണ്. ആ സമയത്ത് മറ്റേ പാത ഒഴിപ്പിക്കുന്ന പുള്ളിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അയാൾ പറയുന്നുണ്ട് ആടിനെ നിങ്ങൾ കൈവിടരുത്, ആടിനെ കൈവിട്ടാൽ ബെല്ലിനെ പിന്നെ നമുക്ക് കിട്ടത്തേ ഇല്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു ആടിനെയും കൊണ്ട് വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേനും രുക്കുവിൻ്റെ അച്ഛൻ വരുന്നുണ്ട്. അച്ഛൻ വന്നിട്ട് വേറെ ആളും കൂടെ ഉണ്ട്. അപ്പോൾ അയാൾ പറയും ഇത് എൻ്റെ ആടാണെന്നും പറഞ്ഞിട്ട് രുക്കുവിൻ്റെ അച്ഛനും അയാളും കൂടിയിട്ട് ആടിനെ വാങ്ങിക്കൊണ്ട് പോകും. അപ്പോൾ ഈ പിള്ളേർ രുക്കുവും ബിട്ടുവും ഫ്രണ്ടും കൂടിയിട്ട് നേരെ വീട്ടിൽ വന്നിട്ട് അമ്മയടുത്ത് പറയും അമ്മ ഇങ്ങനെ ഞങ്ങൾക്ക് വഴി ഒരു ആടിനെ കിട്ടി, അത് അങ്കിൾ വാങ്ങിച്ചുകൊണ്ട് പോയി ഞങ്ങളുടെ കയ്യിൽ നിന്ന്, എന്നിട്ട് ഇവനെ ഒരു ബിട്ടുവിനെ ഉപദ്രവിക്കുകയും ചെയ്തെന്ന് ഫ്രണ്ട് പറയും. എന്നിട്ട് പറയും ധൈര്യം നിൻ്റെ അമ്മയടുത്ത് പോയി പറയും എന്നൊക്കെ അങ്ങനെയൊക്കെ പറയുമെന്ന് പറയും. വെറുതെ ബിട്ടുവിൻ്റെ അമ്മേനെ ഒന്ന് പിരിയേറ്റാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. അപ്പോൾ അവർ പറയും അയാൾ അങ്ങനെയൊക്കെ പറഞ്ഞു എന്നാൽ അയാൾ ശരിയായി കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേനും അവിടേക്ക് നമ്മുടെ മൂഞ്ചിയ വരുന്നുണ്ട്. മൂഞ്ചിയ വന്ന് ഇവരൊക്കെ പേടിപ്പിക്കുക. എല്ലാവർക്കും കാണാമല്ലോ, എല്ലാവരും ബ്ലഡ് റിലേഷൻ ആണല്ലോ, എല്ലാവർക്കും മൂഞ്ചിയ കാണാം. അല്ലെങ്കിലും ബെല്ലയുടെ ദേഹത്തും കൂടി കയറിയിട്ടുണ്ടല്ലോ, അപ്പോൾ അങ്ങനെ മനസ്സിലാവും. അപ്പോഴത്തേനും മൂഞ്ചി വരുമ്പോഴത്തേനും ഇവരെല്ലാം പേടിപ്പിച്ച് ഓടിക്കുന്നുണ്ട്. അങ്ങനെ ഓടിയിട്ട് ബിട്ടുവിൻ്റെ അമ്മയും കൂടിയിട്ട് റൂമിനകത്ത് കയറി ഒളിക്കുന്നുണ്ട്. അപ്പം ആ സമയത്ത് ബിട്ടു അമ്മയോടെല്ലാം പറയുന്നുണ്ട് ഞാൻ കാരണമാണ് ഇതൊക്കെ സംഭവിച്ചത്, അമ്മാമ്മ മരിച്ചത് ഞാൻ കാരണമാണ്, ബെല്ല ഇപ്പം ഇങ്ങനത്തെ അവസ്ഥയിലായത് ഞാൻ കാരണമാണെന്നൊക്കെ പറയുമ്പോഴത്തേനും അമ്മ സമാധാനിപ്പിക്കുന്നുണ്ട്. പിന്നെ സാരമില്ല പോട്ടെ എന്നുള്ളത് സമാധാനിപ്പിക്കുന്നുണ്ട്. ആ സമയത്ത് പിന്നെയും ബെല്ല മുകളിൽ കൂടി തുറന്നിട്ട് ഇങ്ങനെ മുകളിൽ കൂടി വരുന്നുണ്ട്. അവർ പിന്നെയും പേടിച്ച് വെളിയിലേക്ക് ഇറങ്ങി ഓടിയിട്ട് മൂഞ്ചിയ ഫ്രണ്ട് വന്ന് നിന്നിട്ട് പറയും ബിട്ടു നിൻ്റെ കാര്യം തീർന്നു, ഞാൻ നിന്നെ ശരിയാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ബാക്കിൽ നമ്മുടെ ബാധ ഒഴിപ്പിക്കുന്ന പുള്ളിക്കാരൻ വന്ന് നിൽക്കും. എന്നിട്ട് അയാൾ പെട്ടെന്ന് മന്ത്രമൊക്കെ ചൊല്ലിയിട്ട് ഈ മൂഞ്ചിക്ക് ചുറ്റും ഉപ്പ് ഇങ്ങനെ വിതറിയിടും. അപ്പോൾ ഇങ്ങനെ സർക്കിൾ പോലെ ഇടും. അപ്പോൾ അത് കടന്നിട്ട് പുറത്തേക്ക് വരാൻ പറ്റില്ല മൂഞ്ചിക്ക്. എന്നിട്ട് അവർ ആടിനെ തിരക്കും. ആ പുള്ളിക്കാരൻ ആടിനെ തിരക്കുമ്പോഴത്തേനും ഇങ്ങനെ ആട് അങ്കിൾ കൊണ്ടുപോയല്ലോ. അപ്പം ബിട്ടുവിൻ്റെ അമ്മയും ബിട്ടും കൂടിയിട്ടൊക്കെ ആടിനെ തിരക്കി ആ പുള്ളി ബാധ ഒഴിപ്പിക്കുന്ന അയാളും കൂടിയിട്ടൊക്കെ ആടിനെ തിരക്കി പോകും. ആടിനെ തിരക്കിയിട്ട് പോകുമ്പോൾ അങ്കിളും മറ്റേ എൻ്റെ ആടാന്ന് പറഞ്ഞ ഒരാൾ വന്നില്ലേ, അയാളും കൂടിയിട്ട് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് ആടിനെ ചോദിക്കാൻ പറയും ആടാണ് ഞങ്ങളിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്, ഫുള്ളും അങ്കിളാണ് കഴിച്ചതെന്നൊക്കെ പറയും. അപ്പോൾ ഇവരിനി എന്താ ചെയ്യുക, ബാധ ഒഴിപ്പിക്കുന്ന അയാൾ ഇനിയിപ്പോൾ എന്താ ചെയ്യുക, അയാൾ കഴിച്ച് തീർത്തു എന്നും പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോഴത്തേനും പിന്നെ കാണിക്കുന്നത് നമ്മളെ മൂഞ്ചിയെ കാവലിന് ഇരുത്തിയിരിക്കുന്നത് രുക്കും കൂട്ടുകാരനും കൂടി കാവലിരിക്കുവാണ്. അപ്പോഴത്തേനും പെട്ടെന്ന് കൂട്ടുകാരൻ പറയും എനിക്കൊന്ന് യൂറിൻ പാസ് ചെയ്യണം, ഞാൻ ഒന്ന് പോയിട്ട് വരാമെന്നും പറഞ്ഞിട്ട് കൂട്ടുകാരൻ അങ്ങോട്ട് പോകും. അപ്പോൾ രുക്കു പേടിച്ചിരിക്കുക മൂഞ്ചിയെടുത്ത്. അപ്പം പെട്ടെന്ന് മൂഞ്ചി ഇങ്ങനെ കുനിഞ്ഞിരുന്ന് കരയും. ബെല്ല കരയും പോലെ കരഞ്ഞിട്ട് പറയും എന്നെ ഈ രാക്ഷസൻ്റെ അടുത്ത് നിന്ന് രക്ഷിക്കണം രുക്കു എന്ന് പറഞ്ഞിട്ട് കരയും, എന്നെ ഹെൽപ്പ് ചെയ്ത് രുക്കു എന്ന് പറഞ്ഞ് കരയുമ്പോഴത്തേനും ആ കരച്ചിൽ കേൾക്കുമ്പോൾ രുക്കു
പതുക്കെ ആ സർക്കിളിനകത്തേക്ക് കയറും, മൂഞ്ചിയുടെ അടുത്തെത്തും. എന്നിട്ട് ബെല്ല ബെല്ല എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴത്തേനും പെട്ടെന്ന് നോക്കുമ്പോഴത്തേനും അത് മൂഞ്ചിയായിരുന്നു. എന്തായാലും രുക്കുവിനെ ചതിക്കാനുള്ള പരിപാടിയാണല്ലോ. പിന്നെ എന്താ സംഭവിച്ചതെന്ന് അറിയത്തില്ല. പിന്നെ കാണിക്കുന്നത് ആടിനെ അന്വേഷിച്ച് പോയിട്ടില്ലായിരുന്നോ, അവിടെ മൂഞ്ചി എത്തുവാണ്, ഇവരുടെ അടുത്തേക്ക് മൂഞ്ചി എത്തുവാണ്. മൂഞ്ചി എത്തിയിട്ട് അവരൊക്കെ പേടിപ്പിക്കുവാണ്. എന്നിട്ട് മൂഞ്ചി ബിട്ടുവിനെ ആക്രമിക്കാനൊക്കെ നോക്കുന്നുണ്ട്. ആ സമയത്ത് ബാധ ഒഴിപ്പിക്കാൻ വന്ന അയാൾ ബിട്ടുവിൻ്റെ അമ്മയടുത്ത് പറയും, ആടിന് ഫുള്ള് കഴിച്ച അങ്കിളാണല്ലോ, അപ്പോൾ അയാളുടെ ദേഹത്തായിരിക്കും ബെല്ല എന്നുള്ള രീതിയിൽ. അപ്പോൾ അയാളുടെ നെറ്റിയിൽ ഇസഡ് എഴുതിയാൽ ആ മൂഞ്ചിയുടെ ഇത് എള്ളേറ്റ് കയറിയിട്ട് ബെല്ലയുടെ ശരീരത്തിലൂടെ തിരിച്ച് കയറും എന്നുള്ള രീതിയിൽ അയാളുടെ ബ്ലഡ് തന്നെ എടുത്തിട്ട് അയാളുടെ നെറ്റിയിൽ ഇസഡ് എഴുതും. ഇസഡ് എഴുതി കഴിയുമ്പോഴത്തേനുമുണ്ട് മറ്റേ ബിട്ടുവിൻ്റെ കൂട്ടുകാരൻ ഒറിജിനൽ ആടിനെയും കൊണ്ട് ബെല്ല കയറിയ ആടുണ്ടല്ലോ, ആ ആടിനെയും കൊണ്ട് വരും. ഇവർ കഴിച്ച ആട് വേറെ ഏതോ ആടാണ്. അപ്പോൾ ഇവരുടെ ബെല്ലയുടെ ആടിനെയും കൊണ്ട് വരും. അപ്പോഴത്തേനും ഇസഡ് വരച്ചും കഴിഞ്ഞു. അപ്പം പെട്ടെന്ന് ഇപ്പോൾ അവിടെ 3 പേരുടെ നെറ്റിയിലാണ് ഇസഡ് ഉള്ളത്, ആട്, ബെല്ല, അങ്കിളിൻ്റെ നെറ്റിയിൽ. അപ്പോൾ ഇവരെല്ലാവരും കൂടി മുകളിലേക്ക് പൊങ്ങും. ഇങ്ങനെ പൊങ്ങി നിന്നിട്ട് ഇതെല്ലാം കൂടി അങ്ങ് മാറി മാറിയൊക്കെ കയറും. കയറി കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേനും ബെല്ലയുടെ ശരീരത്തിൽ തന്നെ ബെല്ലയുടെ ആത്മാവ് കയറും. മൂഞ്ചിയുടെ ഇത് നേരെ അങ്കിളുടെ ശരീരത്തിലോട്ടാണ് കയറുന്നത്. ആടിൻ്റെ ദേഹത്ത് അപ്പോൾ അങ്കിളായിരിക്കും. ആട് അങ്ങോട്ടോടെ നടന്നും പോവും. അപ്പോൾ ബെല്ല നല്ല രക്ഷപ്പെട്ടു മൂഞ്ചിയുടെ അടുത്തുനിന്ന്. ഇപ്പോൾ മൂഞ്ചിയും അങ്കിളുടെ ദേഹത്താണല്ലോ. അപ്പോൾ ഇനി അങ്കിളാണ് എല്ലാവരെയും ആക്രമിക്കാനായിട്ട് വരുന്നത്. ആ സമയത്ത് മറ്റേ ബാധ ഒഴിപ്പിക്കുന്ന അയാൾ കിണറ്റിലോട്ടൊക്കെ തള്ളിയൊക്കെ ഇടുന്നുണ്ട്. അതിനകത്തു നിന്നൊക്കെ പൊങ്ങി വരുന്നുണ്ട് മൂഞ്ചിയ. അങ്ങനെ പെട്ടെന്ന് ചാവാനൊന്നും പോകുന്നില്ലല്ലോ. അപ്പോൾ അതിനകത്തു നിന്നൊക്കെ വന്നിട്ട് അപ്പം ബിട്ടുവും ബെല്ലയും കൂടിയിട്ട് ഓടി രക്ഷപ്പെടാൻ നോക്കുന്നുണ്ട്. ഓടിയിട്ട് ആ ബീച്ചിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ ഓടുമ്പോഴത്തേനും അവിടെ മൂഞ്ചിയവരുടെ മുന്നിൽ വരും. വന്നിട്ട് ബിട്ടുവിനെ അടിച്ചിട്ടിട്ട് നേരെ ബെല്ലിനെയും കൊണ്ടിട്ട് ചെതുക്കുവാടിയിലേക്ക് പോകും. അങ്ങനെ അവിടെ വിഷമിച്ച് കിടക്കുന്ന സമയത്ത് ബിട്ടുവിൻ്റെ അടുത്തേക്ക് ബിട്ടുവിൻ്റെ അമ്മാമ്മ വന്നിട്ട് ബിട്ടുവിന് ധൈര്യം കൊടുക്കുന്നുണ്ട്. ഈ രാക്ഷസന്മാർക്ക് എന്തുകൊണ്ടാണ് നമ്മളെ പേടിപ്പിക്കാൻ സാധിക്കുന്നത്, നമ്മൾ പേടിക്കാൻ നിൽക്കുന്നതുകൊണ്ടാണ്, നമ്മൾ ആ പേടി കാണിക്കരുത്, അപ്പോൾ അവർക്ക് നമ്മളെ എതിർക്കാനായിട്ട് സാധിക്കത്തില്ല എന്നൊക്കെ അമ്മാമ്മ ധൈര്യം കൊടുക്കുന്നുണ്ട്. നീ സ്നേഹിക്കുന്ന പെണ്ണിനെ നീ രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മാമ്മ മാഞ്ഞു പോകും. അപ്പോഴത്തേനും ആ ബിട്ടുവിൻ്റെ സൈഡിലായിട്ട് അന്ന് അമ്മാമ്മ ആ രാക്ഷസനെ അടിക്കാനായിട്ടൊരു കമ്പി പോലത്തൊരു കൊണ്ടുവന്നില്ലായിരുന്നോ, അതവിടെ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതും എടുത്തുകൊണ്ട് ബിട്ടു നേരെ ചെതുക്കുവാടിയിലേക്ക് പോവാണ്. അവിടെ ചെല്ലുമ്പോഴത്തേനും ബെല്ലേനെ രാക്ഷസൻ കൊല്ലാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ബിട്ടു ചെന്നിട്ട് തടയുന്നുണ്ട്. അതുപോലെ തന്നെ ബെല്ലെ ഒരുപാട് തടയാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അടി നടക്കുന്നുണ്ട്. ആ സമയത്ത് ബിട്ടുവിൻ്റെ കയ്യിലുള്ള ആ വടി വെച്ചിട്ട് രാക്ഷസൻ ഒരുപാട് അടിക്കുന്നുണ്ട്. അപ്പം ആ ദേഷ്യത്തിൽ രാക്ഷസൻ ബിട്ടുവിനെ പിടിച്ച് ആ മരത്തിൻ്റെ ചേർത്ത് വെക്കും. ചേർത്ത് നിർത്തുമ്പോഴത്തേനും ബിട്ടു എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ബിട്ടുവിൻ്റെ കൈ മുറിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ആ ബ്ലഡ് വെച്ചിട്ട് പതുക്കെ ആ മരത്തിൽ ഇസഡ് എഴുതും. ഇസഡ് എഴുതപ്പോഴത്തേനും ഓട്ടോമാറ്റിക്കായിട്ട് രാക്ഷസൻ നേരെ മരത്തിലേക്ക് കയറും. അങ്ങനെ മരത്തിലായി കഴിയുമ്പോഴത്തേനും ബിട്ടുവും ബെല്ലയൊക്കെ സമാധാനിക്കും, ഇനിയിപ്പോൾ നമ്മളൊന്നും ചെയ്യത്തില്ലല്ലോ എന്നുള്ളത്. പക്ഷേ അങ്ങനെയല്ല, ആ മരത്തിലിരുന്നുകൊണ്ട് ആ മരത്തിൻ്റെ വള്ളികളെല്ലാം ഈ കൈ നീട്ടി പിടിക്കും പോലെ ആ വള്ളികളെല്ലാം കൂടി നീട്ടിയിട്ട് ഇവരെ കാലിൽ പിടിക്കാനും അവരെ എടുത്തിട്ട് അടിക്കാനും ഒക്കെ തുടങ്ങും. അപ്പോൾ ആ സമയത്ത് ബെല്ല അവിടെ ഇങ്ങനെ എന്തോ ഒരു എണ്ണ അവിടെ ഇരിപ്പുണ്ട്, പെട്രോൾ നമ്മൾ ഇങ്ങനെ കത്തിക്കുന്ന എന്തോ ഒരു എണ്ണ കണ്ടായിരുന്നു ബെല്ല. അപ്പം ബെല്ല പെട്ടെന്ന് ആ മരത്തിലുള്ള മൂഞ്ചിയുടെ ദേഹത്തേക്ക് അത് ഒഴിക്കും. അത് ഒഴിച്ചിട്ട് ബിട്ടുവിൻ്റെ കയ്യിൽ തീ ഉണ്ടായിരുന്നു, തീ കൊണ്ട് മൂഞ്ചിനെ കത്തിക്കും. അപ്പോൾ ആ മരം ഫുള്ള് കത്തും നിന്നിട്ട്. പിന്നെ വരത്തില്ല മൂഞ്ചി. ആ മരം ഫുള്ള് കത്തുമ്പോഴത്തേനും മൂഞ്ചി പോയി എന്നാണല്ലോ. അങ്ങനെ ബിട്ടുവും ബെല്ലയും രക്ഷപ്പെടും അവിടെ നിന്ന്. അത് കഴിഞ്ഞ് കാണിക്കുന്ന കുറച്ച് ആഴ്ചകൾക്ക് ശേഷമാണ് ബെല്ല ബ്രസീലിലേക്ക് പോവാണ് സൂംബ ഡാൻസിനെ കൂടുതൽ പഠിക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് നേരെ USA പാരീസിൻ്റെ അടുത്തേക്ക് പോവും. അപ്പോൾ അതറിഞ്ഞിട്ട് ബിട്ടു ബെല്ലിനെ കാണാനായിട്ട് വരുന്നുണ്ട്. എന്നിട്ട് ബിട്ടു ഇപ്രാവശ്യം ബിട്ടുവിൻ്റെ സ്നേഹം ബെല്ലയോട് പറയുന്നുണ്ട്. അപ്പോൾ അത് കേൾക്കുമ്പോൾ ബെല്ല പറയുന്നുണ്ട്, എനിക്കും നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, പക്ഷേ പറഞ്ഞ മറ്റേ ഫ്രണ്ടായിട്ടിരിക്കാന്ന് പറയുന്ന പോലെ ആ ഒരു രീതിയിൽ പറയുവാണ്, അല്ലാണ്ട് തിരിച്ചും പ്രേമമാണെന്നുള്ളത് ബെല്ല പറയുന്നില്ല. എന്നാലും ബിട്ടു ഹാപ്പിയാണ്, ബിട്ടുവിന് തുറന്ന് പറയാൻ സാധിച്ചു എന്നുള്ളൊരു സന്തോഷമുണ്ട്. എന്നിട്ട് ബിട്ടു ബെല്ലയോട് പറയുന്നുണ്ട്, ബെല്ല നീ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഈ നാട്ടിൽ പല പല മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും, പക്ഷേ മാറാത്ത ഒരാളുണ്ടാവും, അത് ഞാനായിരിക്കും, നമ്മുടെ ഫ്രണ്ട്ഷിപ്പായിരിക്കും എന്ന് പറഞ്ഞിട്ട് ബിട്ടു അങ്ങ് പോവാണ്. അങ്ങനെ നടന്നു പോകുമ്പോൾ ബിട്ടുവിനെ പുറകിൽ നിന്ന് മൂഞ്ചിയെ വിളിക്കുവാണ്, ബിട്ടു എന്ന് വിളിക്കുവാണ്. അപ്പോൾ ആ വിളിക്കുമ്പോഴത്തേനും ആ സമയത്ത് ബിട്ടുവിൻ്റെ ബാക്കിൽ നിന്ന് ആ മറ്റേ വടി എടുക്കുന്നുണ്ട്. ആ സമയത്ത് ആ മരം കാണിക്കുവാണ്, ചെതുക്കുവാടിയിൽ ആ മരം കാണിക്കുകയാണ്. മരം ആരൊക്കെയോ കൂടിയിട്ട് കട്ട് ചെയ്യുന്ന സീൻ കാണിച്ചുകൊണ്ടാണ് സിനിമ തീരുന്നത്. അപ്പോൾ ഈ ഹൊറർ മൂവി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനിയും നല്ല നല്ല മൂവീസും സീരീസും ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.